Wow, wonderful performance, sir. Goes for you. All right. Is it okay? Yeah, thank you. High five. Quick photo. Hello. Thank you, sir. Okay. Thank you. Sugar, full selfie. Pinda. Thank you. Well, it was such a great Pleasure, one. ma'am. Thank you. Thank you so much. John. Hi. എത്ര നാളായിടാ? എവിടെയായിരുന്നു നീ? ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു. കോളേജ് വിട്ട ശേഷം ഇതിപ്പോ ആദ്യമായിട്ടല്ലേ നമ്മൾ കണ്ടുമുട്ടുന്നത്? അതെ. എന്താണ് നിന്റെ വിശേഷങ്ങളൊക്കെ? കുടുംബം? ഞാനിപ്പോഴും ബാച്ചിലർ തന്നെയാ. സ്റ്റാറ്റസ് മാറ്റാനുള്ള ശ്രമത്തില. അപ്പൊ നീ ആരെയോ കണ്ടുവച്ചിട്ടുണ്ട്. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്റെ വിവാഹം കഴിഞ്ഞു, ഡൈവോഴ്സും. ഓ സോറി. ശരിക്കും എന്താണ് സംഭവിച്ചത്? അതൊക്കെ ഒരു കഥയാ, സൗകര്യം പോലെ പറയാം. എനിക്ക് നിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കണ്ടാക്കൊള്ളുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ മതി, ഞാൻ റെഡി. എനിത്തിങ് സീരിയസ്? കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. എന്റെ കാർഡ് നിന്റെ നമ്പറിൽ നിന്ന് മിസ് കോൾ തന്നാൽ മതി, ഞാൻ വിളിക്കാം. ഷുവർ, ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്കൊരു അല്പം ജോലി തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. ശരി. ഓക്കെ, ശരി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാറ്റിനും കൂടി എത്ര ദിവസം വേണ്ടിവരും വക്കീലെ? ഒരു 15 ദിവസം വേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്നാ വക്കീലിന്റെ കാര്യങ്ങൾ തുടങ്ങിക്കോളൂ. പക്ഷേ എല്ലാത്തിനും ഒരു ഉറപ്പ് വരാതെ നമുക്ക്. അതിപ്പോ നേരത്തെ തീരുമാനിച്ചതല്ലേ. രാജേന്ദ്രൻ പോയി കഴിഞ്ഞു. അതിലിനി മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് അദ്ദേഹത്തോട് സംസാരിക്കണോ? പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ഞാൻ എത്ര പറഞ്ഞു നോക്കിയതാ. കുറ്റം പറയാനും പറ്റില്ലല്ലോ. എത്ര നാളായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. എന്താ എന്തു പറ്റി? അറിയില്ല, നമുക്ക് ഏതായാലും ഒന്ന് ഇറങ്ങി നോക്കാം. പഞ്ചറാന്ന് തോന്നുന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പഞ്ചറായല്ലോ? അതെ ചേട്ടാ. ഇപ്പൊ ശരിയാക്കി തരാം സാർ. ആ ചാവി ഇങ്ങന്നട്ടെ. ചാവി? സാറന്മാര് പോയി കുടിക്കോ കഴിക്കോ എന്ത് വേണേ ചെയ്തോ, എല്ലാ സാധനവും ഉണ്ട്. അതെയോ? പിന്നെ ചേട്ടാ പെട്ടെന്ന്. ഞാൻ ഏറ്റു. കേറി വാടാ മക്കളെ. ഇപ്പൊ ശരിയാക്കി തരട്ടാ. എക്സ്ക്യൂസ് മീ, എന്താ സാർമാരെ കഴിക്കാൻ വേണ്ടത്? എന്തൊക്കെയാ ഉള്ളത്? സാറേ, ഈ റെസ്റ്റോറന്റിൽ അച്ഛനെ അമ്മനെ ഒഴിച്ചു ബാക്കി എന്തും കിട്ടും. ഓഹോ. ആ എന്നാ മിൽക്ക് ഷേക്ക് ചെയ്ത് കിട്ടും. സാറേ, എല്ലാം ഉണ്ട് സാറേ. എന്താ നിങ്ങളുടെ പേര്? പുഷ്പാങ്കതൻ സാർ. പുഷ്പാങ്കതൻ സാറ്? ഞാൻ പുഷ്പാങ്കതൻ സാറ്. സാറ് അല്ല സാറേ. ഓ അങ്ങനെ. അപ്പൊ പുഷ്പാങ്കതൻ സാറ് പോയി. രണ്ടുപേർക്ക് മാംഗോ ഷേക്ക് എടുത്തുണ്ടോ? ഓക്കെ. മാംഗോ ഷേക്ക് 2. അയ്യോ സാറേ, ഈ മാംഗോ ഷേക്ക് തീർന്നു പോയി സാറേ. എന്നാ പിന്നെ രണ്ടുപേർക്ക് ചിക്കു ഷേക്ക്. ചിക്കു ഷേക്ക് ഓക്കെ, ഇപ്പൊ തരാം. ഓക്കെ. നീ ഗ്ലോബൽ വില്ലേജ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇപ്പോഴുള്ള ഈ അവസ്ഥ മാറി ഒരു നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം അല്ലേ? അതെ. അതിന് ലോകോത്തര കലാകാരന്മാരായിട്ട് ഒരു സൗഹൃദവും സ്ഥിരമായിട്ടൊരു സമ്പർക്കവും ഒക്കെ വേണം. അതിനുള്ള ചവിട്ടുപടിയാണിത്. സോറി സാർമാരെ, ചിക്കു തീർന്നു പോയി. വേറെ ക്ഷമ ഏതെങ്കിലും? ക്ഷമാ കീജിയെ, അങ്ങനെ ഒന്നും ഇല്ല സാർ. ഷാർജ ഷേക്ക് ഉണ്ടോ? ഒന്ന് കാണാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ. ചോദിച്ചത് കേട്ടില്ലേ? ഷാർജ ഷേക്ക് ഉണ്ടോന്ന്. വെറുപുറത്തോണ്ട് നിൽക്കാതെ പോയി എടുത്തോണ്ട് പാടോ. അതില്ല സാർ, ഷെയ്ക്കേ ഇല്ല. സാർമാർക്ക് വേറെ എന്തെങ്കിലും പഴങ്ങനിയോ മറ്റോ? 2 നാരങ്ങ വെള്ളമെങ്കിലും കിട്ടുമോ? നാരങ്ങ വെള്ളോ? ഓക്കെ, ഇപ്പൊ കൊണ്ടുവരാം. ഇത് നേരത്തെ പറഞ്ഞ പോരായിരുന്നോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അതായത് അത്തരം ലോകോത്തര കലാകാരന്മാർക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ ഒരു മനോഹരമായ സ്ഥലം. ഓ, അപ്പോൾ അതാണ് ഈ ഗ്ലോബൽ വില്ലേജ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന കലാകാരന്മാർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അല്ലേ? അതെ. അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഓ, അങ്ങനെയാണോ? പക്ഷെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവും. ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെയോ കിട്ടിയെന്നില്ല നീ പറഞ്ഞത്? നമ്മൾ മുടക്കേണ്ട 1 കോടിയിൽ നിന്ന് 50 ലക്ഷം ഞാൻ ഏറ്റു. ഹലോ, ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ മോളെ. തിരിച്ചു വിളിക്കട്ടെ? ഓക്കെ, ഷോ.
സോറി സാർ, നാരങ്ങ തീർന്നു പോയി, ഞാൻ അറിഞ്ഞതേ ഇല്ല. ഇതെന്തൊരു അയ്യോ, എന്നെ അടിക്കരുത്. ഹോട്ടലാടോ? തന്നെ പോലുള്ളവരെ ജോലിക്ക് വെച്ചവരെ പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, അങ്ങനെ പറയരുതേ സാറേ. എന്നെ പോലുള്ള ഒരുത്തന്നെ ഉള്ളത് കൊണ്ടാ ഈ കട മുന്നോട്ട് പോണത് തന്നെ. വാ, പോവാം. അല്ല പോലെ ബോണ്ട് എടുക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഫ്രഷാ. ഹലോ വിനയ, ഇവളെ കാര്യത്തിൽ ഈ സീരിയസ് ആയിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ. എന്താടാ നീ പെട്ടെന്നിങ്ങനെ? എടാ, ഇവളെനിക്ക് സ്വൈര്യം തരില്ല. വിനയേട്ടൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കില്ല എന്ന് ഇവള് പറയുന്നത്. എത്ര ബുദ്ധിമുട്ടിയിട്ട് ഇവളവിടെ എത്തിച്ചത് നമുക്കറിയോ? എടാ, നിനക്ക് 100 പുണ്യം കിട്ടുമെന്ന് മാത്രമല്ല. മതി മതി, മനസ്സിലായി. പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസിന്റെ കാര്യം ഒരാൾ പറഞ്ഞിരുന്നു. ഉവ്വ്. അയാൾ ഓഫീസ് ഈ ഭാഗത്ത് എവിടെയാണ്, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അതിന്റെ മുന്നേ ഞങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിലെത്ത്. ശരി. പ്രേമിക്കിന് ഇവരും ടെൻഷൻ അടിക്കില്ല ഞാനും. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട നായർ സാബിന്റെ നമസ്കാരം സർ ജനസേവനം 25 വർഷങ്ങൾ പിന്നിടുകയാണ്. രാവിലെ കുറെ ആൾക്കാരെയും വിളിച്ചു വരുത്തി തുടങ്ങി ഒരു പൊങ്ങച്ച. മഹാനായ ഇദ്ദേഹത്തെ പോലെ ധർമ്മിഷ്ഠനും ദയാലുവുമായ ഒരു ജനസേവകനെങ്കിലും നമുക്ക് ഈ നാട്ടിൽ കാണാൻ പറ്റുമോ? അപ്പോ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ ഇദ്ദേഹത്തെ പൊന്നാടെ അണിയിക്കുകയാണ്. സർ ഇട്ടുള്ളൂ. അല്ല, സാറൊന്ന് എണീച്ചു നിന്നാൽ എല്ലാവരും. സർ പ്ലീസ്, എല്ലാവരും ഒന്ന് നന്നായി കൈയടിക്കൂ. അപ്പോ പണം നൽകി പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനും പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാനും എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിലെ എന്താവശ്യങ്ങൾക്കും പണം നൽകി സഹായിക്കുന്ന നാടിന്റെ കണ്ണിലുണ്ണിയാണല്ലോ ഈ നായർ സാർ. അതെ, മോലാളി കൊള്ള പലിശ വാങ്ങിച്ചോട്ടല്ലേ പൈസ കൊടുക്കുന്നേ. ചില വിവരദോഷികൾ പണ്ടേ അങ്ങനെ പറയാറുണ്ട്. താനിതിപ്പോഴാണോ അറിയുന്നത്? ഇതൊന്നും നായർക്കൊരു പ്രശ്നമേ അല്ല. ആരും ബഹളം ഉണ്ടാക്കരുത്, സമാധാനമായിട്ട് നിൽക്കണം. ഞാൻ നായരെ കണ്ടിട്ട് ടിമിനോ നീങ്ങി വരും. എന്താടാ പാപ്പ? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. മോലാലിയുടെ മോള് വിനയനുമായിട്ട് ചുറ്റിക്കറങ്ങുന്നു. ഇയാളുടെ ഒരു കുറവുണ്ടായിരുന്നു. ഇങ്ങനെയാണോടാ രഹസ്യം പറയുന്നത്? ഇപ്പൊ കൂടെ വന്നാ കയ്യോടെ പിടിച്ചോണ്ട് വരാം. വിളമ്പാൻ പോയേക്കുന്ന നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് നാണം കിട്ടും. എങ്ങനെ മീനു, മീനുകുട്ടി. അയ്യോ, പെണങ്ങലേടാ, പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക. എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും നാളും പറഞ്ഞതൊക്കെ തന്നെയല്ലേ, എനിക്ക് കേൾക്കണ്ട. അതെ മീനൂട്ടി, നമുക്കേ എന്താ രണ്ടുപേരോടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാണാനുണ്ടോ പോലെ. പച്ചില പാമ്പ് എനിക്ക് വേണ്ട. പരിഭവം പറഞ്ഞു തീർത്തൊക്കെ ശരി തന്നെ. പക്ഷേ ഞാനിത് എത്രാമത്തെ കോഴ്സിനാണ് പഠിക്കുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് പഠിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. അച്ഛൻ കല്യാണക്കാര്യത്തെ പറ്റി ചിന്തിക്കാതിരിക്കാനാ. അറിയാലോ? എനിക്കറിയാം മീനു. അറിയാല്ലേ? അപ്പൊ എന്താണാവോ ഉദ്ദേശം? നീ എനിക്ക് കുറച്ച് സമയം കൂടി തരണം. ഇത് ലാസ്റ്റ്. ഇനി ഞാൻ ചോദിക്കില്ല, സത്യം. ചുരുക്കി പറഞ്ഞ ഇനി ഒരു കോഴ്സിനും കൂടെ ഞാൻ ചേരണോ അല്ലേ? പ്ലീസ്. നോക്കട്ടെ. ഓക്കെ, നീ നോക്കിക്കോ. കൈ നിറയെ പണവുമായി നിന്നെ വന്ന് ചോദിക്കുമ്പോ നിന്റെ അച്ഛനില്ലേ ആ പലിശ പിശുക്കൻ നായര്, അങ്ങേര് തന്നെ നിന്നെ എനിക്ക് കെട്ടിച്ചേരും. അതെപ്പോ? അയ്യോ, നിന്റെ ശബ്ദം. അയ്യോ, പിശുക്കൻ നായര്, എല്ലാം കൊള്ളായി. അവന്റെ ഒരു തള്ള്. നീ പണക്കാരനായി വന്നാൽ ഉടനെ എന്റെ മോളെ പിടിച്ചു തരാൻ ഈ പണം കണ്ടു കഴിഞ്ഞാൽ എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നു നീ കരുതിയോ? അതിന് നായര് വേറൊരു ജന്മം ജനിക്കണം. ആദ്യം അവനവനെ കുറിച്ച് സ്വയം ഒരു ബോധം വേണം. പിന്നല്ലാതെ തന്റെ ആരാണ് തള്ളാരാന്ന് അറിയാത്ത നിനക്ക് കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിനെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലേ അത് നിന്റെ വിവരക്കേട്. അച്ഛാ, ഇനി അവളെ തല്ലരുത്. ഇനി തല്ലിയ നീ എന്ത് ചെയ്യൂടാ? ഇനി തല്ലിയ തല്ലിയ
ഇനി തല്ലിയ ഞാൻ തടവി കൊടുക്കും. മോലാളി, അവൻ ഡേഞ്ചറസ് സ്പോട്ടിലാ കയറി പിടിച്ചേക്കുന്നത്. മോലാളി തല്ലിയിട്ട് അവൻ തടവി കൊടുത്ത സംഗതി ചളവാകും. നിന്നെ ഞാൻ കണ്ടോളാം. ഇവനെന്തൊരു കാമുകന. ഇങ്ങനെ വേണം. ഞാൻ എടാ, സംഭവം ഈ പ്രേമിക്കുന്ന പെണ്ണിനെ പിടിച്ചുണ്ടായത് ഓളെ തന്തിയായിരിക്കും. പക്ഷെ ഈ ചോദിക്കാതെന്താ മോശം. ചോണ എന്റെ അയാളെ അടുത്ത് പോയി 2 വർത്താനം പറയും. ഇല്ലെങ്കിൽ ഓള് വിചാരിക്കുകയാണല്ലെന്ന്. വെറുതെ ആണുങ്ങളെ പറയിപ്പിക്കാൻ. എന്നാ വാ വണ്ടിയെടു. ആഹാ, കുറുക്കൊഴിക്ക് വന്നോ? പെട്ടെന്ന് വന്നാ 2-1. ഈ വൃത്തിയിട്ടവൻ അയാളെ മൊത്തം കുഴപ്പിക്കുന്നേ. നമുക്ക് പഞ്ചിന് മുന്നിൽ പോയി അവിടെ വെയിറ്റ് ചെയ്യാം. പാട്ട വണ്ടി. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? എന്താ ഇവിടെ? നീ അകത്ത് കയറിപ്പോ. ചോദിച്ചിട്ടില്ല എന്താ ഇവിടെ എന്ന് ചോദിക്ക്. അതെ, മീനാക്ഷിയെ ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോത്തത് എന്റെ അടുത്ത് സമ്പത്തില്ലായിരുന്നോണ്ടാ. ഞാൻ ഇല്ലോ, ഞാൻ എപ്പോഴും എന്റെ കൂടെ ശനി ഞായർ ലീവ് എടുക്കുന്നല്ലാതെ ബാക്കി എല്ലാ ദിവസവും എന്റെ കൂടെ അല്ലേ? നായർ ഒരിക്കലും ഇത് വിശ്വസിക്കരുത്. ഞാൻ എല്ലാ ദിവസവും എന്റെ കൂടെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച കാശിന്റെ കാര്യൂടെ പൊട്ടാ. പൈസയാണോ? എന്നാ ബാക്കി പറ. അവളെ പോറ്റാനുള്ള സമ്പത്തുമായി ഞാൻ മടങ്ങി വരുമ്പോ ആരൊക്കെ എതിർത്താലും ഞാൻ മീനാക്ഷിയെ കല്യാണം കഴിച്ചിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. നായരാണ് സത്യം. നീ സമ്പന്നനാകുന്നതും പ്രതീക്ഷിച്ച് എന്റെ മോൾ എത്ര നാള് കാത്തിരിക്കണം? അയാളെ മനസ്സ് മാറി. അല്ല, ഒരാളോട് കാത്തിരിക്കാൻ പറയാൻ ഒരു കാലാവധിയില്ലേ? നിങ്ങൾ തന്നെ പറ. പിന്നില്ല, കാലാവധി ഉണ്ട്. ഇവന്റെ കയ്യിൽ എന്ന് പൈസ ഉണ്ടാവുനോ അതാണ് കാലാവധി. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇയാള് നായരല്ലേ പള്ളീന്റെ കാര്യം പറയുന്നത്? അതെ, കൃത്യം 1 വർഷത്തിനുള്ളിൽ എന്റെ മകളെ പോറ്റാനുള്ള സാമ്പത്തിക ഭദ്രത ഇവന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ എന്റെ മോളെ ഇവന് ഞാൻ കെട്ടിച്ചു കൊടുക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, 50 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. സമ്മതമാണോ? സമ്മതാണ്. നിന്റെ അല്ല, എന്റെ മോളുടെ അക്കൗണ്ട്. അതും സമ്മതാണ്. എടാ, ഒക്കെ ശരിയാവും. അത് നീയല്ലല്ലോ പറയണ്ട, അവനല്ലേ പറയണ്ടേ. സമ്മതമാണോ? പറയടോ. സമ്മതമാണ്. ഇവൻ വിചാരിച്ച പുള്ളിയൊന്നും അല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ നിലവനും പറഞ്ഞ് എന്താ വ്യത്യാസം വന്നോ? അല്ലേ? മദ്യം ആരോഗ്യത്തിന് ഹാനികരം. എന്നാലും അടിച്ച ഒരു സുഖണ്ടോ? എന്തൊരു ചൂട്. ഇപ്പോഴാണ് ഈ ശരിക്കൊരു കാമുകനായത്. കൊടുകൈ ഗംഭീര പെർഫോമൻസ് ചെയ്യുന്നു. നീ ഒരുത്തൻ കാരണം എനിക്കത് സമ്മതിക്കേണ്ടി വന്നത്. അപ്പൊ എനിക്ക് സമ്മതിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. അങ്ങേരെ അവിടെ വിളംബരം ചെയ്തത് നീ കേട്ടല്ലേ? 1 കൊല്ലം സമയല്ലേ? ഓഹോ, ഈ 1 കൊല്ലത്തിനുള്ളിൽ സാർ എന്തോ ചെയ്യും സമ്പന്നനാവാൻ? ഒരു ലോട്ടറിയെങ്കിലും അടിച്ചാലോ? ചവിട്ട് വെച്ചിരുന്നു ഞാൻ. അവന്റെ ഒരു ലോട്ടറി. വിഷമിക്കില്ലേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഉണ്ടാവും. കണ്ടോ? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? കാര്യം പറ മനുഷ്യ. ആ വിനയം വന്നു പോയതിനു ശേഷമാണല്ലോ എനിക്ക് ഇത്രയും സന്തോഷം. അതേടി, എനിക്ക് എന്റെ മോളെ അവന്റെ ചൊൽപ്പടിയിൽ നിന്ന് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം. സന്തോഷിക്കാൻ വരട്ടെ. ഇനി 1 വർഷം ബാക്കി കിടക്കുവാണല്ലോ. 1 വർഷം കൊണ്ടൊന്നും ഒരിക്കലും അവൻ സമ്പന്നനാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെത്ര ഉറപ്പ്? അതെനിക്ക് ഉറപ്പുണ്ടടി. എന്തുറപ്പ്? അതിപ്പോ തൽക്കാലം എന്റെ സ്വന്തം ഭാര്യ അറിയണ്ട. സ്വന്തം ഭാര്യയോ? അപ്പൊ നിങ്ങക്ക് വേറെ വല്ലവന്റെ ഭാര്യയായിട്ടും ബന്ധമുണ്ടോ മനുഷ്യ? ഓ എന്റെ ദൈവമേ, ഈ വൃത്തിയായിട്ട് മനുഷ്യനാണല്ലോ എനിക്ക് കിട്ടിയത്. ഞാനത് അറിയാതെ പറഞ്ഞു. അറിയാതെയാണല്ലോ ഓരോന്ന് പുറത്തു വരുന്നത്. എന്റെ പൊന്ന് പെമ്പറനാക്കി എന്റെ മാത്രം ഭാര്യ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കൃഷിയിടങ്ങളുള്ള സ്ഥലത്ത്
കൃഷിയുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് തുടങ്ങാൻ തോന്നാതിരുന്നത് എന്തുകൊണ്ടാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് ഞാനും ആലോചിച്ചു. ശരിക്കും ചാണകം, മാട്ടുംകാട്ടം, കോഴിക്കാട്ടം ഇതിന്റെ സപ്ലൈയും കൂടി ഉണ്ടെങ്കിൽ കൃഷി ഭയങ്കര ലാഭമായിരിക്കും അല്ലേ? മിണ്ടാതിരിക്കണം വൃത്തികെട്ടവൻ, അവന്റെ കുറെ നാറിയ ബിസിനസ്. ഇതൊക്കെ കൃഷിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാ അവനറിയാൻ. സോറി. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ പണം ഞാൻ മുടക്കും. അത് പിന്നെ ഞങ്ങളടുത്ത് മുടക്കാനില്ലാത്ത സ്ഥിതിക്ക് സാറിനെ മുടക്കണം. നിങ്ങൾ നടത്തിപ്പുകാർ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും കാണേണ്ടവരെ കണ്ട് ഓർഡർ ഞാൻ പിടിക്കും. നിങ്ങൾ സാധനം എത്തിക്കും. ശരി. പ്രോഫിറ്റിന്റെ 60% എനിക്കും 40% നിങ്ങൾക്കും. അത് ശരിയാവില്ല. 60 ഞങ്ങൾക്ക് 40 ഞങ്ങൾക്ക് അല്ലേ? എന്താണ് നിന്റെ ഒരു ആർത്തി? 60 സോറി 40 ഓക്കെയാണ്. ഓക്കെ ആണല്ലേ? ഓക്കെയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലാഭത്തിന്റെ പകുതി ഇപ്പൊ അഡ്വാൻസ് ആയി കിട്ടണം. അത് വേണം. ഇടാ കിട്ടിയല്ലോ. അവനൊരു വിവരദോഷി ആയതുകൊണ്ടാ സാറത് കാര്യമാക്കണ്ട. ഈ വരുന്നവന്മാരല്ലേ? നീ പറയില്ലെന്ന് എനിക്കറിയാം. അവന്മാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നിർത്തടാ. ചോദിക്കാൻ പോവാ, പേയ്മെന്റ്. അയ്യോ, ഇങ്ങനെ കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് വീൽ പൊന്തിപ്പോണോ? ഒറ്റ വീലിൽ ഓടിക്കാൻ ഞാൻ പഠിച്ചില്ല. മോളെ കയറ്റാ. സത്യം പറയടാ, നീയാണോടാ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി? ഇത് ജയന്റെ സിനിമയിലെ ഡയലോഗ് അല്ലേ? ആണെങ്കിൽ എല്ലാ സഹോദരിമാരുള്ള സഹോദരന്മാരും പഠിച്ചിരിക്കുന്ന ഡയലോഗാണ്. പറയടി, ഇവനാണോ നിന്നെ ശല്യം ചെയ്യുന്നത്? പിന്നെ ഇവനാണോ നിന്നെ ശല്യം ചെയ്യുന്നത്? പറയടി, കേക്കട്ടെ. പിന്നെ ആരാണ് നിന്നെ ശല്യം ചെയ്യുന്നത്? എന്റെ മകളെ ശല്യം ചെയ്യുന്ന ആരാലും ശരി, നിന്നൊക്കെ കൂട്ടിക്കേറ്റം വിസ്തരിക്കുന്നു ഈ ചാക്കോച്ച് നേരിട്ടായിരിക്കും. എനക്കൊന്നും അറിഞ്ഞൂടാ. ഭ്രാന്താ എനിക്കാ? അച്ഛനും അമ്മയില്ലാതെ പൊന്നുപോലെ വളർത്തിയ എന്റെ പെങ്ങളാ. അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുത്തനെ പറഞ്ഞ ചട്ടപ്പിയോ? എന്താ ഇവിടെ? സഹോദരിയെ വണ്ടിയായിട്ട് ഇടാൻ വന്ന വിനയ, നീ വണ്ടിയിലോട്ട് കയറി. അപ്പൊ ഞാനോ? നീ കയറണ്ട. ഇവനില്ലാണ്ട് ഞാൻ വരില്ല. എന്നാ നീയും കയറി. എന്റെ വണ്ടി ഞാൻ നോക്കിക്കോളാം. നീ അങ്ങോട്ട് കയറി. എങ്ങോട്ടാ സാറേ നോക്കുന്നേ? നീ അങ്ങോട്ട് കയറി. വിനയ കയറി. ആ പെണ്ണിന്റെ വായി നോക്കിയോണ്ടിരിക്കാതെ അകത്തോട്ട് കയറി. ഞാൻ അറിയ പോലും ഇല്ല. വൃത്തിയുടെ പെണ്ണിന്റെ അടുത്ത് കാണിച്ചു. അല്ലാതെ തടിയും കിടന്ന് വയലന്റ് ആവില്ല. നിന്റെ ഒരു ചട്ടമ്പിത്തരം മീറ്റു വരട്ടെ, അപ്പൊ നമുക്കറിയാം. ഇരുന്ന് മോഹന സഹോദരന്മാരുള്ള എല്ലാത്തിനും ഒരു പാഠമാവട്ടെ. വാടി, ബാക്കി വീട്ടിൽ ചെന്നിട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സാറ് ഗുണ്ടയാണോ? ഞാനോ? ഗുണ്ടേ? ഞാനേ അല്ല, പിന്നെ സാറ് വന്നിറങ്ങിയപ്പം ഓനെന്തിനെ പേടിച്ച് മാറിയത്? അതല്ലട മണ്ടന്മാരെ, ഇതുപോലൊരു കാറിൽ നീയൊക്കെ വന്നാലും ഇതിനായിരിക്കും അവസ്ഥ. അപ്പൊ പിന്നെ ചേട്ടനാരാ? ഞാൻ പാമ്പാടി രാജേന്ദ്രൻ. അതൊരു ആനേന്റെ പേരല്ലേ? ആനയ്ക്ക് മാത്രമേ പേരിടാവൂ എന്ന് നിയമമൊന്നുമില്ലല്ലോ. അതൊന്നുമില്ല. അതൊക്കെ പോട്ടെ, ചേട്ടൻ ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്ന കാര്യം? അതൊരു ബിസിനസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി. ബിസിനസ്സോ? നമ്മള് പല ബിസിനസ് നടത്തി പൊട്ടി തൂഫാനായ വിവരം ഇയാൾ അറിഞ്ഞിണ്ടാവോ? ഒന്നും മിണ്ടാതിരിടാ. എവിടെയാ ചേട്ടാ സ്ഥലം? സ്ഥലം കുറച്ച് ദൂരെ, ഒരു 150 കിലോമീറ്റർ കാണും. 150 കിലോമീറ്ററോ? നമ്മള് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം തീരുമാനം എടുക്കാം. സംഗതി ലോട്ടറിയാ. ലോട്ടറിയോ? ഇങ്ങനത്തെ ഒരു വില പിടിപ്പുള്ള വണ്ടിയിൽ ആരെങ്കിലും ലോട്ടറി? ഈ വെട്ടികളോട് എനിക്കൊരു സംശയം. പണ്ട് നമ്മള് ബിസിനസ് പൊളിച്ചു കൊടുത്തവരാരെങ്കിലും പണി തരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണെങ്കിലും? ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ ഡോർ തുറന്ന് ചാടി രക്ഷപ്പെടാം. വേണ്ട, രണ്ടിലൊന്നും അറിയട്ടെ. ഇത് ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ലക്ഷ്മണക്കുറുപ്പ്, ഇവിടുത്തെ ഓളിനോൾ. വരൂ, അകത്തേക്ക് വരൂ. എനിക്ക് നിങ്ങൾ രണ്ടുപേരെ അറിയാം. വരൂന്നേ. ഒരു മിനിറ്റ്. അകത്തേക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി. അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ ബിസിലടിച്ചാൽ മതി. അയ്യോടാ, അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടണ്ട. എന്റെ കൂടെ. കൊട്ടാരം മൊത്തത്തിൽ നല്ല രസമുണ്ടെന്ന് പറയുന്നു. രാജേന്ദ്ര, വെള്ളം എടുത്തോളൂ. ഇപ്പൊ ശരിയാക്കി തരാം. അകത്തേക്ക് വരൂ.
വെള്ളത്തിൽ മുക്കിക്കൊല്ലാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. മിണ്ടാതെ വാടാ, ഇങ്ങനെയുണ്ട് ഒരു പേടുത്തുണ്ട്. എടാ വാടാ. അല്ല, പുറത്തുനിന്ന് സംസാരിച്ച പോരെ? എന്റെ കുറുപ്പ് സാറേ, രണ്ടെണ്ണത്തിനെ കൊണ്ട് വരാൻ പെട്ട പാട്. എടാ കൊട്ടാരോ, ഇത്ര ലൈറ്റ് ഒക്കെ കത്തിച്ച ഭയങ്കര കറണ്ട് ബില്ല് വരുമല്ലോ. എടാ സിംഹാസനം, സ്വർണ്ണ സിംഹാസനം നശിപ്പിക്കുന്നത് തോന്നുന്നേ. നോക്കി നിൽക്കാതെ വെള്ളത്തിന് ഏർപ്പാടി. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് കേസ് പറയുന്നുണ്ട്. കല്ലിന്റെ അസുഖമുണ്ടോ? നിങ്ങൾക്ക് കുടിക്കാനുള്ള നാരങ്ങ വെള്ളത്തിന്റെ കാര്യമാ പറഞ്ഞു. എന്നാ പിന്നെ ഓർലിക്സ് ആയിക്കോട്ടെ. ഹോർലിക്സ് ഇല്ല, പഴകഞ്ഞി എടുക്കാം. ആ കഞ്ഞി എടുക്കും. നിന്നെ കൊണ്ട് കുടിപ്പിക്കും കുറഞ്ഞ്. ആരെവിടെ? എന്താണ് നിനക്ക് വട്ടറിയോ? കേട്ടതൊക്കെ ശരിയാന്നാ തോന്നുന്നേ. എടാ നോക്കടാ, സ്വർണ്ണം അത് തുടരുത്. ഹലോ, ഒന്നിങ്ങോട്ട് വരൂ. ഓ അതെ, അതവിടെ വയ്ക്കണം. അതിനുള്ള ഹോസ്പിറ്റലുണ്ടോ? ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ഇവനെ ഞാൻ ഇദ്ദേഹം ഭാസ്കര കാരണവർ. ഇത് നമ്മളെ മുന്നേ ഇവിടെ കൊണ്ടുവന്ന ആളാന്ന് തോന്നുന്നുണ്ട്. നമ്മളൊക്കെ ഇത് തന്നെ ആയിരിക്കും. അങ്ങനെ ഇതാരാണെന്ന് മനസ്സിലായോ? അതെ അതെ, ഞാൻ പറഞ്ഞ ആള് തന്നെ. എന്തു പറ്റിയതാ? കുറച്ചു വർഷം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് കിടന്നുപോയതാ. ഓ പാവം, പരേതാത്മാ. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എന്തിനാണെന്നല്ലേ വിനയൻ ആലോചിക്കുന്നത്? പറയാം, വാ. സംഭവം മനസ്സിലായി. എന്താ മനസ്സിലായ? എടാ ഇതൊരു കൊട്ടേഷനാ. എടാ ഹിസ് സൈനസ് അബ്ദുള്ള സിനിമ കണ്ടുണ്ടോ? അതുപോലത്തെ ഒരു കൊട്ടേഷൻ. കുഴപ്പമില്ല, ഇതിൽ റേറ്റ് ഒന്ന് കൂട്ടിപ്പിടിക്കാം. പിന്നെ കുറച്ച് പാട്ടൊക്കെ പഠിക്കാം. പാട്ട് പ്രമദവനം പാട്ടൊക്കെയാണ്. വാ, എങ്ങനെ തട്ടം നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇവന് ഞാനങ്ങ് തട്ടുന്നതായിരിക്കും നല്ലത്. ആ, ഇത് ഇവിടുത്തെ കുടുംബ വക്കീല് ഹരി, ഡോക്ടർ ജയകൃഷ്ണൻ. ഹായ്. വൻ പ്ലാനിങ്ങിലാണല്ലോ അല്ലേ? പ്ലാനിങ്ങോ? മനസ്സിലായി, പറഞ്ഞോളൂ. ഇവൻ കണക്കറ്റ സ്വത്തുക്കളുടെ ഉടമസ്ഥനാണ് കാരണവർ. എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയാൽ അതേ നടക്കൂ. ആ നിർബന്ധ ബുദ്ധിയാണ് കാര്യങ്ങൾ വിനയനിലെത്തിച്ചത്. അദ്ദേഹത്തിന്റെ ഈ സ്വത്തുക്കൾക്ക് ഒരു അനന്തരാവകാശി. സംഗതി ഞങ്ങളേറ്റ്, പക്ഷേ കുറച്ച് റിസ്കാ. അതുകൊണ്ട് തന്നെ 50-50. 50-50 എന്നൊക്കെയാ പറയുന്നത്? പിടിച്ചു കഴിഞ്ഞാൽ ജയില്, കോടതി ഞങ്ങളെല്ലാം അനുഭവിക്കേണ്ടത്. നിങ്ങൾ കൈയൊഴിയും. പറയുന്നത് അതുകൊണ്ട് സ്വത്തിന് നേർ പകുതി തന്നാൽ കാരണം ഞങ്ങൾ തട്ടാം. എടോ, തനിക്ക് എന്തിന്റെ കുഴപ്പമാണ്? ഇവൻ പറയണ കാര്യമാക്കണ്ട, വെളിവില്ലാത്തവനാ. അല്ല, വക്കീല് ഡോക്ടർ സെറ്റപ്പ് കണ്ടപ്പോ എനിക്കൊന്നും കേക്കണ്ട. നിനക്കെന്നല്ല, കേൾക്കുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത തീരുമാനമാ കാരണവരുടേത്. വല്ല കുരുക്കോ ചതിയോ ആണെന്ന് തോന്നലുണ്ടെങ്കിൽ ഇപ്പോഴേ പിന്മാറാം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കാം, അനുസരിക്കാം. എന്നിൽ എന്ത് യോഗ്യതയാണ് കണ്ടെത്തിയെന്ന് പറയുന്നത്? തൊട്ടതെല്ലാം നഷ്ടത്തിൽ. അതിന്റെ പേരിലുള്ള നാണക്കേടും കഷ്ടപ്പാടും വേറെ. ഇതൊക്കെയാ ഞാൻ. എന്നിട്ടും അറിയാം, വിനയന്റെ ബിസിനസ്സിൽ പങ്കാളികളായിട്ടുള്ളവരിൽ പലരും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെ അഭിപ്രായം തന്നെ ധാരാളം. പിന്നെ ഇതുവരെ വിനയനുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കൂടെയുള്ള ഏതോ വിവരം കെട്ടവന്മാരാണെന്നാണ് പൊതുവേ സംസാരം. എന്നെ ഉദ്ദേശിച്ചിട്ടല്ല, അതുകൊണ്ടാണ് അത്ര കൂളായിട്ടിരിക്കുന്നത്. ആ, പക്ഷെ ഇവിടെ ആവുമ്പോ ഞാനുണ്ടല്ലോ. ഞാനും ആരുടെയും കളി നടക്കില്ല. അപ്പൊ എന്ത് തീരുമാനിച്ചു? നമ്മൾ ഇതുമായിട്ട് മുൻപോട്ട് പോകുന്ന വിരോധമില്ലെങ്കിൽ. എന്ത് വിരോധം? ഒരു വിരോധമില്ല. നിന്നെ ഞാൻ അങ്ങനെയാണെങ്കിൽ വിനയൻ ആദ്യം ചെയ്യേണ്ടത് ഒരു കല്യാണമാണ്. 100 വട്ടം സമ്മതം. ഇവനാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. കല്യാണം കഴിഞ്ഞാൽ ഏറിപ്പോയാൽ 30 ദിവസം. അതിനകം മുഴുവൻ സ്വത്തുക്കളും അദ്ദേഹത്തിന്റെ കാലശേഷം കിട്ടത്തക്കവണ്ണം വിനയന്റെ പേരിൽ എഴുതി വെക്കും. മതി. നീ എന്തൊക്കെ? പിന്നെ ഒരു നിമിഷം വൈകാതെ മാസ്ക് മാറ്റണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം. തീരെ വൈകിക്കണ്ട. വർഷങ്ങളായിട്ടുള്ള കിടപ്പല്ലേ. പറ്റിങ്കിൽ ഇന്ന് തന്നെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് കല്യാണം.
അതായത് വിനയം കല്യാണം ചെയ്യേണ്ട പെണ്ണിനെയും അദ്ദേഹം തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. സന്തോഷം. നമ്മുടെ കമ്പനി സ്റ്റാഫാ മീര. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സോറി സർ, എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വേറൊരു പെൺകുട്ടിയെ അറിയാം. അതൊക്കെ സാധാരണമല്ലേ, പ്രത്യേകിച്ച് ഇക്കാലത്ത്. പിന്നെ യെസ്, പ്രേമം വേറെ കല്യാണം വേറെ. എല്ലാം അറിയാം. എന്തായാലും കാരണവർ കണ്ടുവച്ച മീരെ തന്നെ കല്യാണം കഴിച്ചാലേ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിനയം തുറന്നു പറഞ്ഞോളൂ, ഞങ്ങൾ മറ്റൊരാളെ നോക്കിക്കോളാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. മണ്ടത്തരം കാണിക്കല്ലേ. സമ്പത്തെ നീ മിണ്ടി പോരുത്. ഞങ്ങൾ ഇറങ്ങാം. ശരി, എന്നാ നിങ്ങളെ തിരിച്ചു കൊണ്ടുവിട്ടേക്കാം. രാജേന്ദ്ര വിട്ടേക്കാം. എപ്പോഴാ റെഡി? ഒരു സെക്കൻഡ്, ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. വേണ്ടെന്ന് പറയാൻ എളുപ്പമാണ്, അറിയാലോ. തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ അനുസരിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ നിൽക്കട്ടെ. ഇയാള് പറയുന്നങ്ങ് കേട്ടാ മതി. ഈ കാർഡ് വിനയന്റെ കൊടുക്ക്. അല്ല, അപ്പൊ ഞാൻ നിൽക്കണ്ടല്ലോ. വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടീഷൻ ഞാൻ തന്നെ കണ്ടീഷൻ ആക്കുന്ന ലക്ഷണം എങ്ങനെയുണ്ടോ? എടാ വിനയ, വേണ്ട. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എനിക്കും അറിയാം. അട്ടയെ പിടിച്ച് മെത്തെ പിടിച്ച് കെട്ടി വെച്ചാലും കിടക്കില്ലടോ. തന്നെ ഞാൻ ചൂടാകണ്ട മാഷേ. ഇതുപോലൊരു ഓഫർ എനിക്കാണെങ്കിൽ ഞാൻ 2 എണ്ണത്തിന് ഞാൻ കിട്ടിയാലേ. 2 എണ്ണത്തിനെയോ? മീരയെയും പിന്നെ കാർന്നർ പറഞ്ഞ ആ പെണ്ണിനെ. അല്ല, കാർന്നർ പറഞ്ഞ പെണ്ണ് മീരയല്ലേ? ആണോ? എന്നാ കാർന്നർ പറയുന്ന വേറെ പെണ്ണ്. ഇയാൾക്ക് തളിക്കെന്തോ തകരാറാ. പക്ഷെ ഇയാള് പറഞ്ഞ ഐഡിയ നല്ലതാണ്. എന്ത്? എടാ, ആദ്യം മീരനെ കല്യാണം കഴിക്കാൻ. അപ്പൊ കൊറേ സ്വർണവും സ്വത്തൊക്കെ കിട്ടല്ലോ. എന്നിട്ട് മീനാക്ഷിനെ കല്യാണം കഴിക്കാം. പൈസ ഉണ്ട് 2-3 കെട്ടിനോട് എന്താ കുഴപ്പമില്ല പാമ്പാടി? പിന്നെ അല്ലാതെ. ഇതാണ് സ്ഥലം. ഓ, ഇതാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ പ്ലാൻ. ഈ ഹട്ടുകളിലെല്ലാം വിഖ്യാതരായ പെയിന്റേഴ്സ് ഒന്ന് താമസിക്കും അല്ലേ? അതെ. ഇത് നിന്റെ ഫ്രണ്ടിന്റെ സ്ഥലമാണോ? അല്ല, ഇത് അവന്റെ ക്ലോസ് കണക്ഷനിലുള്ള ആരുടെയാണ്. നമ്മളിത് ലീസിനെടുക്കും. ഇനി നമ്മൾ റെഡിയായാൽ മാത്രം മതി. അവൻ എപ്പോ വേണേലും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കാം. അതെയോ? എന്റെ 50 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. പക്ഷേ നീ എങ്ങനെ ഇത്രയും വലിയൊരു തുക പെട്ടെന്ന് സംഘടിപ്പിക്കും? അതിനെക്കുറിച്ചൊന്നും നീ വിഷമിക്കണ്ട. താമസിക്കുന്ന വീടും പുരയിടവും വിറ്റിട്ടാണെങ്കിലും ഞാൻ സംഘടിപ്പിക്കും. എന്റെ ചേച്ചി ശരിക്കും ഭാഗ്യമുള്ളവളാ. നിനക്ക് നല്ലതേ വരൂ മോളെ, എനിക്ക് ഉറപ്പാ. കുറുപ്പങ്കളി വിളിച്ചു പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയമേ. എല്ലാം നിന്റെ അച്ഛന്റെ അനുഗ്രഹാ മോളെ. ഇതായിരിക്കും മീര. ഇവളാണെന്ന് തോന്നില്ല. കുട്ടി പട്ടിയുണ്ടോ? പാവം, പൊട്ടിയാണെന്ന് തോന്നുന്നു. മീരേന്റെ വീടല്ലേ, ഒന്ന് കാണാൻ വന്നതാ. വീരേച്ചി, ദേ 2 പേര് കാണാൻ വന്നിരിക്കുന്നു. കണ്ടിട്ട് പട്ടിപിടുത്തക്കാരാന്നാ തോന്നേ. പട്ടിപിടുത്തക്കാരൻ? അകത്തേക്ക് വരാം. പട്ടിപിടുത്തക്കാരൻ? എന്റെ ഈ കൂറ താടിമുടിയെ കണ്ടിട്ട് പട്ടിപിടുത്തക്കാരനെ പോലെ ഒക്കെ തോന്നുന്നു. എന്റെ അല്ല, നിന്റെയും മോന്താണ്ട് ആർക്കും തോന്നുന്നു. എന്താ കുട്ടികളൊക്കെ അഹങ്കാരം. ഞാൻ സമ്പത്ത്, ഇത് വിനയ. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സാ. മീര നല്ല പേര്? അതെ. എന്ത് ചെയ്യുന്നു? ഞാനൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആഹാ. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. അല്ല, ഞങ്ങള് വിനയിന്റെ ഒരു കല്യാണക്കാരിയായി ബന്ധപ്പെട്ട് വന്നതാ. ഭാസ്കരകാരനൊരു പറഞ്ഞയച്ചാ. പോയോ? അമ്മ കിടപ്പില്ല, അതാ ഇങ്ങോട്ട് വരാത്തെ. അമ്മയ്ക്ക് എന്താ അസുഖം? വാദത്തിന്റെ. വാദത്തിന് കുറുന്തോട്ടി ബെസ്റ്റാ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വൈദ്യുണ്ട്, അയാളും ബെസ്റ്റാ. മീര, ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരാമോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഈ കല്യാണത്തെ താല്പര്യമില്ലായിരുന്നെങ്കിൽ അത് അവിടെ ചെന്ന് പറയണമായിരുന്നു, അല്ലാതെ. മീര, ദേഷ്യപ്പെടരുത് പ്ലീസ്.
വിഷമമായി എന്നറിയാം. പക്ഷെ ഞാനിത് എപ്പോഴായാലും മീരയോട് പറഞ്ഞല്ലേ പറ്റൂ. സത്യത്തിൽ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. മറ്റെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഏടാകൂടത്തിനൊന്നും നിൽക്കില്ലായിരുന്നു. മീരന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ചാ ഒക്കെ ശരിയാവുന്ന ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞേ. ഒരു പെണ്ണിനെ വേറൊരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുമോ? ശരി, ഞാനായിട്ട് ഒരു പെണ്ണിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, എല്ലാം നിങ്ങളായിട്ട് സംസാരിച്ച് ശരിയാക്കിക്കോണം. അത് ഞങ്ങളേറ്റ്. അവര് ചോദിക്കുമ്പോ ഞാനും മീനാക്ഷിയുമായിട്ടുള്ള ബന്ധം മീരയ്ക്ക് അറിയാമെന്നും അതുകൊണ്ട് മാത്രം ഈ കല്യാണത്തിന് സമ്മതമല്ലെന്നും പറഞ്ഞാ മതി. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ഒന്നും വിചാരിക്കരുത്. എന്തേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഓഹോ, അപ്പൊ കാണാൻ വേണ്ടി വരാൻ പറഞ്ഞത് ഇഷ്ടായില്ല അല്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. അതല്ല മീനൂട്ടി, നിന്നെ എന്നും എന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ കാണാനുള്ള ഒരു പദ്ധതി ശരിയായി വരുന്നുണ്ട്. അതിന്റെ ഒരു തിരക്കില് അതല്ലേ. ഇതിപ്പോ എത്രാമത്തെ ബിസിനസ്സാന്ന് എണ്ണി നോക്കിയിട്ടുണ്ടോ? ഒരു ബിസിനസ് എങ്ങനെ പൊളിക്കാമെന്നതിന് ദേശീയ അവാർഡ് കിട്ടാൻ യോഗ്യതയുണ്ടെന്നാ കേട്ടത്. അതാണ് മോളു നിനക്ക് തെറ്റിയത്. ഇത് ബിസിനസ് ഒന്നുമല്ല, പിന്നെ ഒരു പദ്ധതി. എന്ന് വച്ചാൽ ഒരു ഉഗ്രൻ പദ്ധതി. എന്റെ അമ്മായിയപ്പൻ തന്നതിന്റെ പകുതി സമയം പോലും വേണ്ട എല്ലാം ശരിയാവാൻ. മനസ്സിലായോ? ബിസിനസ് കഴിഞ്ഞപ്പോ പദ്ധതിയായി. ശരി, നമുക്ക് നോക്കാം. നിനക്കെന്തോ ഒരു തമാശ പോലെ, ഒട്ടും സീരിയസ് അല്ലെന്ന് തോന്നുന്നു. എന്താ വിനയേട്ടാ അങ്ങനെ പറയുന്നേ? എന്റെ മാഷിനെ എനിക്കറിയില്ലേ. ഞാനും കൂടെ സീരിയസ് ആയി വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചല്ലേ? സത്യം പറഞ്ഞ ഇതുവരെ നിന്നോട് എനിക്ക് യാതൊരു മതിപ്പുമില്ലായിരുന്നു. ഇനി അങ്ങോട്ട് ജീവിതം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കും. പിന്നെ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് സങ്കടം വരും. എടാ ഒന്നുമില്ല, നമ്മൾ ചങ്സ് അല്ലേ. എനിക്ക് മീരയുടെ കാര്യം ഓർക്കുമ്പോ എന്തോ ഒരു വിഷമം. അവളീ കല്യാണം കൊണ്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്ന പോലെ. അത് ശരി, ഇതിപ്പോ വെള്ളം കുടിക്കും വേണം, തൊണ്ട നനയാനും പാടില്ല. കാരണം എങ്ങനെ ശരിയാവുക? ഈ ഒരു കാര്യം ചെയ്യും, ആ കുറിപ്പിനെ വിളിക്ക്, വണ്ടി അയക്കാൻ പറയും. വിളിക്ക്. ശരി, വിളിക്കാം. അപ്പോ സമ്മതമാണെന്ന് കരുതാല്ലേ? എനിക്ക് സമ്മതമാണ്. പെണ്ണിനെ ഞങ്ങൾ പോയി കണ്ടു, ഇവൻ ഇഷ്ടായി. അത് നന്നായി. പിന്നെ ലക്ഷ്മണൻ മാമ. മാമയല്ല, ചേട്ടൻ. കേട്ടവൻ. പെണ്ണിന് ഈ വിവാഹത്തിന് എന്തോ താല്പര്യക്കുറവുണ്ട്. താല്പര്യക്കുറവോ? എന്നാര് പറഞ്ഞു? മീര പറഞ്ഞു. മീരയോ? ആ, മീര. ആ മീരയെ തന്നെയാണോ നിങ്ങൾ കണ്ടത്? ഇരട്ടകളാണല്ലേ? കണ്ടാ പറയില്ല, ഒരേപോലെ ഉണ്ട്. എടോ, ഇരട്ടകളൊന്നുമല്ല. നിങ്ങൾ കണ്ടത് ആ മീരയെ തന്നെയാ. ഇവനെ തലയ്ക്ക് വരൂല്ല. അതാ ഞാൻ പറഞ്ഞേ, കണ്ടാ പറയില്ലാന്ന്. അപ്പൊ കൺഫ്യൂഷനൊക്കെ മാറിയല്ലോ. മാറി. ഇതാണ് വിനയൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മീര. മനസ്സിലായോ? വണ്ടി അയക്കാൻ പറഞ്ഞപ്പോഴേ സംഗതി അനുകൂലമാണെന്ന് തോന്നിയതുകൊണ്ട് ഇവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. അത് നന്നായി. മീരയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പൂർണ്ണ സമ്മതം. ഇനി കല്യാണ തീയതി തീരുമാനിക്കണം. എന്നാണ് വിനയന് സൗകര്യം? ഏടാ, എന്നാണ് സൗകര്യം? നിങ്ങൾ എന്നെ തീരുമാനിച്ചോ? ഇനി വേണ്ടത് ഒരു പണിക്കരെ കണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നല്ലൊരു സമയം കുറിപ്പിക്കണം. എന്താ? അങ്ങനെയാണെങ്കിൽ രഞ്ജി പണിക്കരെ കൊണ്ടോ ബിന്ദു പണിക്കരെ കൊണ്ടോ നോക്കാം. എടോ, അവരൊക്കെ സിനിമാക്കാരല്ലേ? സിനിമാക്കാരാണെങ്കിൽ പണിക്കരാണല്ലോ. നമുക്ക് വേണ്ടത് ജോത്സ്യനാ. ജോത്സ്യനെ ഗായിക്കാ. നിങ്ങൾക്ക് ഒരു തലയും വരില്ല. ഓ, ഈ മന്ദബുദ്ധിയോട് ഞങ്ങൾ പോയി ബാക്കി കാര്യങ്ങളൊക്കെ. എങ്ങനെ പെർഫോമൻസ്? ബെസ്റ്റ് പെർഫോമൻസ്. നിന്റെ അന്തി എന്റെ കൈ കൊണ്ട് കണ്ടില്ലേ? വല്ലാത്ത ധൃതിയായി. ഇനി അങ്ങോട്ട് എന്തൊക്കെ കാണാൻ കിടക്കുന്നു. നിക്കടവിടെ. നിന്നോട് നിക്കാനാ പറഞ്ഞ. നീ എത്ര ഓടിയാലും നിന്റെ ഇവനിത് എവിടെ പോയി തുടങ്ങി? അവനെന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവന്റെ അവസാനമായത് തന്നെ.
ഷടാ, ഈ പിച്ചക്കാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഒന്ന് പിടിക്ക്. ആ, ഞാൻ ചെയ്യേണ്ടത് നാട്ടുകാരോ ചെയ്തു. നിനക്ക് ഇത് തന്നെ കിട്ടണം. പറഞ്ഞ അനുസരിക്കണോടാ. ഇനി പരുവത്തിലാക്കിയ പണക്ക് തൃപ്തിയായില്ലേ? നിനക്കത് മനസ്സിലായി അല്ലേ? ഏതോ ഒരു പെണ്ണിനെ കുളിച്ച് നോക്കിയ ആൾക്കാരെ കൂടി വാരിട്ട് അടിച്ചതാ. എന്താ ഓരോ ഇടിനും വെയിറ്റ്. പഞ്ഞിക്കിട്ടെന്ന് കേട്ടില്ലേ? അതേട്ട അവസ്ഥ. ആവശ്യമില്ലാത്തടത്തൊക്കെ നീ എന്തിനാ പോയെ? അല്ല, ഞാൻ അയാൾ എന്താ ചെയ്ത് നോക്കാൻ വേണ്ടി പോയതാ. നിനക്ക് ഇത് തന്നെ കിട്ടണം. നീ എവിടെ പോയാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നല്ലേ? നിനക്ക് ഇത് തന്നെ വേണം. എടാ, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതല്ലേ. നിനക്കറിയോ, ഇന്റെ ഈ ഒരു അവസ്ഥയിലും ആ മീരനെ വിളിച്ചിട്ട് കാല് മാറാനുള്ള കാരണം എന്താന്ന് അന്വേഷിച്ചിട്ടാ ഞാൻ വരുന്നത്. എന്നിട്ട് ഹലോ, എന്റെ പൊന്നു പെങ്ങളെ, ഈ ചതി ഞങ്ങളോട് വേണ്ടില്ലായിരുന്നു. ഞാൻ കുറുപ്പങ്കളിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാ. എന്നിട്ട് ഇക്കാര്യത്തിൽ എനിക്ക് കൂടുതലായൊന്നും മീരയോട് പറയാനില്ല. മീരയ്ക്ക് എന്ത് തീരുമാനവും എടുക്കാം. പക്ഷേ അത് നേരിട്ട് അദ്ദേഹത്തിനോട് തന്നെ പറയണം. അതോടൊപ്പം അതിന്റെ പേരിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിച്ചാൽ ആ ഉത്തരവാദിത്വവും മീരയ്ക്ക് മാത്രമായിരിക്കും. ഞങ്ങൾ ഇന്ന് ആ കാരണവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലോ? അത് നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ. അല്ല, അപ്പൊ ആ കുറിപ്പ് പറഞ്ഞ പോലെ കാരണവരോട് തട്ടിപ്പോയാലോ? അതെനിക്കറിയില്ല. ഇത് ഭയങ്കര കുരുക്കായല്ലോ. മനസ്സിലായല്ലോ? ഇന്നെ എന്ത് വേണേ കരുതിക്കോ. പക്ഷെ മീനാക്ഷിനെ സ്വന്താക്കി ഇനി കുറച്ച് സമയം എന്റെ അടുത്ത് ബാക്കിയുള്ളൂ. അതിന്റെ ഇടയിൽ ഈ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് വെറുതെ ഒന്ന് കളിച്ചു നോക്കിയാലോ? മീര വിവാഹത്തിന് സമ്മതാന്ന് പറഞ്ഞ ഈ സമ്മതാന്ന് പറയണം. വീണ്ടും കൊളമാക്കാതിരുന്നാ മതിയായിരുന്നു. മൗനം സമ്മതാന്ന് കരുതട്ടെ. നമ്മള് മീരയ്ക്ക് ഒരു കത്ത് എഴുതാൻ പോകും. ഞാൻ പറഞ്ഞുതരും, എഴുതും. വിവരദോഷിയായ നീയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. 2ാം ക്ലാസ് മുതൽ കത്തെഴുതിയ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. എഴുത്. ശരി, പറ. കാടിനെ സ്നേഹിക്കുന്ന തിരമാലകളെ പോലെ, തീരത്തോട് മല്ലടിക്കുന്ന കാറ്റ് പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഗൗരി. അല്ല, മീരേ. ഇമാതിരി ചവറൊക്കെ എഴുതി കൊടുത്താ അവൾ എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കും. നിന്റെ വളിച്ച സാഹിത്യമൊന്നും വേണ്ട, ഞാൻ എഴുതിക്കോളാം. അല്ല പിന്നെ കഞ്ഞി തിളച്ചൊന്ന് പോയി നോക്കിയോ? ശരി, കഞ്ഞി തിളച്ചോന്ന് നോക്ക്. എത്ര കുട്ടികളത് കേട്ടിട്ട് വീണത്. മീരെ പോലൊരു പെൺകുട്ടിയോട് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ പറയാതിരിക്കാനും വയ്യ. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാ മീനാക്ഷി. അവളെ സ്വന്തമാക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണത്തിന് വേണ്ടി മീര സമ്മതിക്കണം. കഷ്ടിച്ച് 30 ദിവസം കഴിഞ്ഞാൽ അഴിച്ചു വയ്ക്കാവുന്നൊരു വേഷം. പ്രത്യുപകാരമായി മീരയ്ക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് അവളെ വേണം. പ്ലീസ് മീര, എന്നെ ഒന്ന് സഹായിക്കൂ. മീര എന്താ പറഞ്ഞെന്ന് കേട്ടില്ല. എന്തും ചോദിക്കാന്നല്ലേ എഴുതിയത്? അതെ. എനിക്ക് എന്ത് തരാൻ നിങ്ങൾക്ക് പറ്റും? ഒരുപാട് പണം കിട്ടാൻ പോവല്ലേ? എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്ത് വേണമെന്ന് തെളിച്ച് പറയാൻ പറ. മീര എന്താ ഉദ്ദേശിക്കുന്നത് തെളിച്ചു പറ. അതല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, എനിക്ക് എന്ത് തരാൻ പറ്റുമെന്ന്. ശരി, എനിക്ക് കുറച്ച് പണം വേണം. എത്ര വേണം? ഒരു 50 ലക്ഷം രൂപ. 50 ലക്ഷോ? 30 ദിവസത്തേക്ക് അത് കുറച്ച് കൂടുതലല്ലേ? അധ്വാനിച്ച് കിട്ടുന്ന പൈസ ഒന്നും അല്ലല്ലോ, വെറുതെ കിട്ടുന്ന കോടികളിൽ നിന്ന് തരുന്നതല്ലേ. എനിക്ക് അത്രയും കിട്ടിയേ പറ്റൂ. ഒരു മിനിറ്റ്, പിടിച്ചാലും വലുത് മാളത്തിലോ. എടാ, ഒക്കെ 50 ലക്ഷം വേണമെന്നാ പറയുന്നത്. അയ്യോ, ഞാൻ ഊഹിച്ചു. അവൾ അവിടുത്തെ സ്റ്റാഫല്ലേ. എനിക്ക് കിട്ടാൻ പോകുന്ന മുതലുകളുടെ കണക്ക് കൃത്യമായിട്ട് അവൾക്കറിയാം. കൊടുക്കാന്ന് പറ. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ മീരയ്ക്ക് സമ്മതല്ലേ? എന്റെ പൊന്നു മോളെ, ഇനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയും. എനിക്ക് ഇങ്ങനെ ബിൽഡപ്പ് ഉണ്ടാക്കല്ലേ പ്ലീസ്.
സമ്മതമാണ്. ഓ, എന്തൊരു വിനയം. നീ പറയാറുള്ള പോലെ നമ്മൾ ശരിക്കും ആവശ്യക്കാരാണെങ്കിൽ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും, ഉറപ്പാ. എടാ, പലതവണ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് വിട്ടുപോയതാ. നിനക്കിപ്പോ എന്ത് വഴിയാണ് തുറന്നു കിട്ടിയത്? അതൊക്കെ പിന്നെ പറയാം. ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ. അപ്പോ ഞാൻ വീടിന്റെ കച്ചവടം ഉറപ്പിക്കട്ടെ. നീ ധൈര്യമായിട്ട് ഉറപ്പിക്കും, ഞാനല്ലേ പറയുന്നത്. ഓക്കെ. ഈ കാറിനോട് സ്വത്ത് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും മുകളിലാട്ടോ. എന്താ കണക്കൂട്ടിന്? ഞാൻ ഈ മീരയ്ക്ക് TDS ഒക്കെ കട്ട് ചെയ്തിട്ട് എത്ര കൊടുക്കണമെന്ന് നോക്കായിരുന്നു. അല്ല, ഇതിപ്പോ ഏത് തരം ജോലിപ്പെടുത്തും? അടിച്ചു തൽക്കാരിന്റെ ലിസ്റ്റ് പെടുത്തിയാലോ? എന്ത് ജോലി ആയാലും 50 ലക്ഷം കുറച്ച് കൂടിപ്പോയി. എനിക്കൊരു ഐഡിയ. നമുക്ക് അവളോട് പൈസ തരാന്ന് പറഞ്ഞ് പറ്റിച്ചാലോ? ഇതുപോലത്തെ ഒരു ഐഡിയ അവൾക്കും തോന്നിയാലോ? എന്താ ഐഡിയ? ഡിവോഴ്സ് തരാന്ന് പറഞ്ഞ് പറ്റിച്ചാലോ? അങ്ങനെ ചെയ്യോ? ആ, നമ്മൾ ഇങ്ങനെ ചെയ്താ അവൾ അങ്ങനെയും ചെയ്യും. എന്നാ പിന്നെ പെട്ടെന്ന് വർക്കൗട്ട് ആവുന്ന ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? ഭക്ഷണം കഴിക്കാൻ ഞാൻ കഴിച്ചു വെത്തേ. അതല്ലാതെ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. കുറച്ച് മുട്ട പുഴുകാൻ പറഞ്ഞിട്ടായി. റെഡിയായോ? മുട്ടയോ? ഇവിടെയോ? എടോ, ഇവിടെ വെജിറ്റേറിയൻ ആണെന്ന് ഇയാൾക്ക് അറിയില്ലേ? ഞാനൊന്ന് അധികാരത്തിൽ വരട്ടെ. ബെഡ് കോഫിക്ക് പോലെ മട്ട സൂപ്പ് ആയിരിക്കും കൊടുക്കുക. വിവരദോഷിയോട് എന്താ പറയാ? കഷ്ടം. വിനയ, ദേ, ഈ മട്ടൻ സൂപ്പുകാരനെ ഇനി ഇവിടെ വെച്ചോണ്ടെന്നാ ശരിയാവില്ല. എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. ഇരിക്കിരിക്കെ. ഞാൻ വന്നത് ഒരു കാര്യം സൂചിപ്പിക്കാനാ. ആയിക്കോട്ടെ. കാരണം അവർ അദ്ദേഹത്തോട് പറഞ്ഞ് സമ്മതം വാങ്ങിയതാ. നമ്മുടെ പുഴവക്കത്തെ 4 ഏക്കർ ഭൂമി എന്റെ മകൻ ശ്രീകുമാർ ലീസിന് ചോദിച്ചിരുന്നു. ആർട്ടുമായി റിലേറ്റഡ് ആയ ഗ്ലോബൽ വില്ലേജോ അങ്ങനെ എന്തോ തുടങ്ങാനാണ്. അവർക്ക് ഉടനെ തന്നെ അതിന്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പൊ വിനയനോട് കൂടി പറയണമല്ലോ ഇതൊക്കെ. അങ്ങനെയൊന്നുമില്ല. മകനും അവന്റെ പാർട്ട്ണറും കൂടി കാണാൻ വന്നിട്ടുണ്ട്. ഞാനവരെ വിളിക്കട്ടെ? കുറുപ്പങ്ങളുടെ മകൻ വന്നിട്ടുണ്ടല്ലോ. ഞാൻ അക്കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹായ് ഫ്രണ്ട്സ്. ഹായ്. അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ. ഞങ്ങളാണ് അത് തുടങ്ങുന്നത്. ഓക്കെ, മനസ്സിലായി. ഇതെന്റെ പാർട്ട്ണർ ജോൺസൺ. ഹായ്. മറ്റൊരാൾ കൂടി ഉണ്ട്, മനോജ്. ലീസ് എന്ന് പറയുമ്പോ എത്ര നാളത്തേക്ക്? ഒരു 50 വർഷത്തേക്കെങ്കിലും വേണം. ഓ, അതിലും നല്ലത് ന്യായമായ ഒരു വില തന്ന് നിങ്ങൾക്കത് വാങ്ങുന്നതല്ലേ, അല്ലേ? ശരിയല്ലേ? അല്ല, അത് വിൽക്കുന്നത് കാരണവർക്ക് ഇഷ്ടപ്പെടും. അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ആദ്യം നിങ്ങൾ ആ സ്ഥലത്തിനൊരു വില പറയും. ഇങ്ങോട്ട് വെച്ചേക്കോ. മനോജിനോടുകൂടി ആലോചിച്ചു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ശരി, ഓക്കെ, കാണാം. ഇരിപ്പ് കണ്ടിട്ട് പാലുവായി വരുന്ന ഭാര്യയെ കാത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലോ ആദ്യ രാത്രിയില്. അതെ, ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇത് വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം. നിങ്ങളുടെ എഴുത്ത് പ്രകാരം 30 ദിവസം കഴിഞ്ഞാൽ അഴിച്ചു വെക്കാവുന്ന ഒരു വേഷം. പിന്നെ അന്ന് തൊട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു 2 പറയാൻ. അന്നത്തെ തന്റെ ആക്ഷനൊക്കെ ഉണ്ടല്ലോ, മഹാ ബോറായിരുന്നു. എന്താ പറഞ്ഞേ? സുരാംഗന, സുമവദന, നിന്നോട് എനിക്ക് എന്തൊരു ആരാധന. എനിക്കിപ്പോഴും ഞാനൊന്നും പറയുന്നില്ല. ഓ, അത് ചുമ്മാ അപ്പോഴത്തെ ഒരു രസത്തിന്. അതെ, വലിയ രസമൊന്നും വേണ്ട. മര്യാദക്കൊക്കെ ആണെങ്കിൽ എല്ലാം കഴിഞ്ഞ് വേഗം ഞാൻ ഡിവോഴ്സ് തരും. അല്ലെങ്കിൽ പിന്നെ വിനയൻ വരുന്നതിന് മുൻപ് തന്നെ പുഴവക്കിലെ വസ്തു വിൽക്കാൻ തീരുമാനിച്ചോ? ഈ 50 വർഷം ലീസിന് കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഉള്ള പൈസ രൊക്കം വാങ്ങി ടൗണിൽ പോയി വല്ല ബിസിനസ്സും ചെയ്ത് ജീവിക്കുന്നത്? കാരണവർക്ക് അതൊന്നും ഇഷ്ടാവില്ല. അതിന് കാരണം അവര് മരിച്ചിട്ടല്ലേ വിൽക്കുന്നത്. ചിരിച്ചോണ്ടിങ്ങനെ കിടന്നോണം. തണുപ്പ് മാറിയല്ലോ.
എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? ഒന്ന് എഴുന്നേറ്റ് വന്നൂടെ? എന്താ എന്തെങ്കിലും വേണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? അതെ, ഞാൻ ആ കുട്ടിയെ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. സ്വന്തം അച്ഛനെ പോലെയാ അവൾ അദ്ദേഹത്തെ പരിചരിക്കുന്നത്. വിനയ, എനിക്കറിയാം മീരയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് തനിക്ക് വിഷമമായിന്ന്. അല്ല, അദ്ദേഹത്തിന് എന്താ ഈ മീരയുടെ വീട്ടുകാരോട് ഇത്ര കടപ്പാട്? കാരണവരിങ്ങനെ കിടപ്പിലാവാൻ കാരണമായ ഒരു അപകടത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞുള്ള മടക്കയാത്ര. മീരയുടെ അച്ഛനായിരുന്നു അന്ന് ഡ്രൈവർ. പക്ഷെ അപകട സമയത്ത് കാരണവരായിരുന്നു വണ്ടി ഓടിച്ചത്. ഡ്രൈവിംഗ് വല്ലാത്ത ഭ്രമമായിരുന്ന കാരണവരുടെ ജീവൻ പലപ്പോഴും രക്ഷിച്ചിട്ടുള്ളത് മീരയുടെ അച്ഛന്റെ സമയോചിതമായ ഇടപെടലായിരുന്നു. ഒടുവിൽ അങ്ങനെ ഒരു ശ്രമത്തിനിടയിലാണല്ലോ അയാൾക്ക് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടതും. ആ കുറ്റബോധം ഒരു ഭാഗത്ത്, മറ്റൊന്ന് തന്റെ പിടിവാശിയും യാഥാസ്ഥിക ചിന്താഗതികളും വരുത്തിവെച്ചിട്ടുള്ള ക്രൂരതയ്ക്കുള്ള പ്രായശ്ചിത്തം. ക്രൂരതയോ? ഇന്നല്ലെങ്കിൽ നാളെ നീ അതൊക്കെ അറിയും. തൽക്കാലം ഞാനായിട്ടതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാത്തിനും ഉപരി മീര നല്ല കുട്ടിയാണ് എന്നത് തന്നെ. ആത്മാർത്ഥതയുള്ളവൾ. അക്കൗണ്ടന്റായി ഇവിടെ വന്നത് മുതൽ ആരുടെയും കള്ളക്കളികൾ നടക്കാതായി. ഒത്തിരി നേരമായിട്ടും നേരിട്ട് കണ്ടൊരു കാര്യം പറയാനുണ്ടെന്ന് ഇന്നലെ ഫോണിൽ പറഞ്ഞിട്ട് എന്താണെന്ന് എന്റെ മകൾ ചോദിച്ചില്ലല്ലോ. ഏതോ പുതിയ കോഴ്സിന് ചേരാനുള്ള അനുവാദമല്ലേ? ഇനി എന്തായാലും എന്റെ മോൾക്ക് അധിക നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല, ഉറപ്പ്. അതുകൊണ്ട് തൽക്കാലം ഇനി കോഴ്സിനൊന്നും പോവണ്ട. ഇത് അങ്ങനെയല്ല എന്റെ മാഷിക്കുട്ടി. ഇത് ഇവിടെങ്ങുമല്ല, അങ്ങ് വിദേശത്ത്. ഓസ്ട്രേലിയ എന്ന് കേട്ടിട്ടുണ്ടല്ലോ? അവിടെ നമ്മുടെ ഗായത്രിയുള്ള സ്ഥലം. അങ്ങോട്ട് പോയാലോ എന്നൊരാലോചന. അതൊന്നും ശരിയാവില്ല. നീ എങ്ങോട്ടും പോണ്ട. ഞാനതൊട്ട് സമ്മതിക്കാനും പോകുന്നില്ല. വെറുതെ ഓരോന്ന്. ചൂടാവാതെ മാഷെ. പോവണ്ടെങ്കി പോവണ്ട, അത്രയല്ലേ ഉള്ളൂ. അതിന് എന്നെ ഇങ്ങനെ കടിച്ചു തിന്നാൻ വരണോ? അതെ, ഏതായാലും ഗായത്രി ഉടൻ വരുന്നുണ്ട്. വൈകാതെ തന്നെ വിനയന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആ മാസ്ക് മാറ്റി കഴിഞ്ഞ കാരണം ഒരു വടിയാവൂലേ? വടിയാൻ വേണ്ടതാണ്. അപ്പൊ ഈ സ്വത്ത് മുഴുവൻ അനക്കെന്ന് പറഞ്ഞ എനിക്കും കൂടി. നമുക്ക് ഈ ബിൽഡിംഗ് ഒന്നായിട്ട് ഇടിച്ചു പൊളിച്ച് ഒഴിവാക്കിയിട്ട് ഇവിടെ 100 നേരമുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കണം. നമുക്ക് അമേരിക്ക സെറ്റ് ചെയ്യാം. അമേരിക്ക? ആ, ഞാൻ അവിടുത്തെ ഒരു മദാമനെ കല്യാണം കഴിക്കും. കേരളത്തിൽ നിന്ന് കെട്ടാലേ? പിന്നെന്താ? ഒരു ദിവസം മട്ടൻ ബിരിയാണി, ഒരു ദിവസം ചിക്കൻ ബിരിയാണി, ഒരു ദിവസം നൂഡിൽസ്. അടിച്ചു പൊളിക്കണം. അങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്ത് വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോ ഒരു ദിവസം അമേരിക്കന്ന് ട്രംപ് വിളിക്കുന്നു. അതെയോ? വിളിച്ചോ? അമേരിക്കന്നോ? ഇത്ര പെട്ടെന്നോ? നീ വേണ്ട. വിനയ, ഇത് ഭാസ്കരക്കാരൻ അവരുടെ ആഗ്രഹപ്രകാരം എഴുതി തയ്യാറാക്കിയ അദ്ദേഹത്തിന്റെ
വിൽപത്രമാണ്. ഇതുപ്രകാരം കാരണവരുടെ കാലശേഷം അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഒരേ ഒരു അവകാശി വിനയേന്ദ്രനാണ്. വാങ്ങിക്കോളൂ. ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ. വേണ്ട, മാസ്ക് എടുക്കണ്ട. ഞാൻ നോക്കിക്കോളാം, എന്റെ അച്ഛനെ പോലെ. വല്ലാത്തൊരു തലവേദന. അവളുടെ ഒടുക്കത്തൊരു സിമ്പതി. എന്താ തന്റെ ഉദ്ദേശം? എന്തിനാ താൻ ആ മാസ്ക് മാറ്റണ്ടെന്ന് പറഞ്ഞേ? എനിക്കെന്തോ പെട്ടെന്ന് ജീവനുള്ള ഒരു മനുഷ്യനെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് കൊല്ലുന്ന പോലെ തോന്നുക. അങ്ങനെയാണെങ്കിൽ തന്നെ തനിക്കെന്താ? അങ്ങേരുടെ കാറ്റ് പോയിട്ട് വേണ്ട നമുക്ക് ഡിവോഴ്സ് ആവാൻ. ഓഹോ, താനെന്നെ ചതിക്കായിരുന്നല്ലേ? എനിക്കറിയാം. ഈ ചതിക്ക് പകരം ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് നീ നോക്കിക്കോ. ആ, അവള് നമ്മളെ ചതിക്കായിരുന്നടാ. ചതിക്കേ? മൂപ്പിലാൻ ചാകാതിരിക്കേണ്ടത് ഇപ്പൊ അവളുടെ ആവശ്യമാണ്. അങ്ങനെയാവുമ്പോ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞ സമയം കഴിയുകയും ചെയ്യും. അവൾക്ക് എന്നോടൊപ്പം എന്റെ ഭാര്യയായി തുടരുകയും ചെയ്യാം. പെണ്ണുങ്ങളെ ബുദ്ധി അപാരം തന്നെ. നമ്മളാണുള്ള സത്യങ്ങൾ മുഴുവൻ തുറന്ന് പറയുകയും ചെയ്ത് ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ഒരുത്തനല്ലേ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നത്. ബാക്കിയോട് നീ എന്നെ പറ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മീനാക്ഷി എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ആ സീരിയസാ? ആ, ഇത് കേട്ട് പേടിച്ചിട്ടൊന്നല്ല. ഇനി ഇതിൽ രണ്ടിലുള്ള തീരുമാനത്തിൽ എത്തേണ്ട എന്റെയും കൂടി ആവശ്യമാണ്. ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് അനുസരിച്ചാ മതി. ഇനി ഈ കാണാൻ പോകുന്നത് ഓപ്പറേഷൻ സമ്പത്ത. എന്തോന്ന്? ഒത്തിരി നേരമായല്ലോ. ഈ ഇരുട്ടത്തിങ്ങനെ തപ്പി നടക്കുന്നതാണോ നിന്റെ ഓപ്പറേഷൻ സമ്പത്ത്? ഞാൻ പറയുന്ന അനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് നടന്നാ മതി. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, മനസ്സിലായോ? ആദ്യം നമുക്ക് പോകേണ്ടത് മീരെ കിടന്നുറങ്ങുന്നിടത്തേക്കാ. അയ്യടാ, ആ പൂതി നിന്റെ മനസ്സിൽ വെച്ചിരുന്നാ മതി. എടാ, അതിനല്ല. മീര് ഉറങ്ങുമെന്ന് ഉറപ്പ് വരുത്തിയാലേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ കിടക്കുന്ന മുറിയിലെ തൊട്ടടുത്ത്. ഓ അങ്ങനെ. അത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ?
ഒച്ചണ്ടായി നോക്ക്. എന്താണത് ആൾക്കുരങ്ങോ? ഞാൻ കാണിച്ചുതരാം. വേണ്ട, ഒച്ച ഉണ്ടാക്കല്ലേ, അവളോട് ധൈര്യമായിട്ട് ഓപ്പറേഷനായിട്ട് മുന്നോട്ട് പോയിക്കോ. ഇനി ഒരു 24 മണിക്കൂർ സമയത്തേക്ക് മോൾ എന്ത് കേട്ടാലും എണീക്കൂല. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് നല്ല ഉറക്കും. നിന്റെ വൃത്തികെട്ട സ്വഭാവം കാണിക്കാതെ എങ്ങനെയാ? എവിടെ പോയാലും കള്ളും കാശും ചാപ്പാടും അവന്റെ ഒടുക്കലത്തൊരു ഉറക്കവും. ഇങ്ങോട്ട് പോടാ മാറി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കൂടെ വരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് നിന്റെ ഓൾ ദ ബെസ്റ്റ് ഒന്നും വേണം. പോടാ, ഞാൻ നോക്കിക്കോളാം. രാജാവാണോ? ഇങ്ങനെ മിണ്ടാതിരുന്ന അങ്ങനെ ശരിയാവുക? എന്താ സംഭവിച്ചെന്ന് പറയും. എന്താ കരച്ചില് കേട്ടത്? എന്താന്നറിയില്ല. ലൈറ്റ് എന്താ 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 ഞാൻ ഈ കാണുന്നേ? ദൈവമേ, അങ്കുന്നേ ഡോക്ടറെ, മിടുക്കനായല്ലോ. വാടോ, ഇരിക്കടോ. കുറുപ്പേ, എന്തോ എനിക്കിപ്പൊ ജീവിക്കാനൊരു കൊതി. ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നല്. എല്ലാവരും എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ജീവിതത്തോട് വല്ലാത്ത ഒരാവേശം. ഇതിനൊക്കെ കാരണം ദൈവള. കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്. മീര മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ തോന്നൽ എപ്പോഴും ഇദ്ദേഹത്തിനുണ്ടാവാൻ. കൊടുക്കാവുന്നതിലപ്പുറം സ്നേഹവും കരുതലും ഇദ്ദേഹത്തിന് ഇപ്പൊ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ മീരയെ പോലെ തന്നെ വിനയനും പ്രത്യേകം ശ്രദ്ധ വേണം. മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടെടുത്ത് സ്നേഹവും പ്രാർത്ഥനയും വിജയിച്ചിരിക്കുക. എന്നിട്ട് ആ മീരൊന്നും പറഞ്ഞില്ലേ? ഓ, പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. എന്താ? അദ്ദേഹത്തെ കൊന്നിട്ട് എന്നെ ഒഴിവാക്കാനാ ഉദ്ദേശമെങ്കിൽ ആ ബുദ്ധി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അദ്ദേഹം മരിച്ചാലും തനിക്ക് ഡിവോഴ്സ് കിട്ടണമെങ്കിൽ ഞാൻ കൂടി സമ്മതിക്കണം. തൽക്കാലം എനിക്ക് അതിനുള്ള യാതൊരു ഉദ്ദേശവും എന്ന് വെച്ചാൽ ഇനി എന്നും ഞാനായിരിക്കും നിങ്ങളുടെ ഭാര്യ. മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി. ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന് അസ്വാഭാവികമായി എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ഉത്തരവാദി നിങ്ങളും. നിങ്ങളുടെ സുഹൃത്തൊരുത്തനുണ്ടല്ലോ, ആ മറിയോന്തനെ പോലൊരുത്തൻ. എന്താ അവന്റെ പേര്? ആ, സമ്പത്ത്. ഓളെന്തിനാ എന്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ച്? നീയല്ലേ ഇതിന്റെ സൂത്രധാരൻ. അത് ഈ പറഞ്ഞോളോട് പറയുന്നതിന് നിന്നെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ? അപ്പോക്ക് മനസ്സിലായല്ലോ എനിക്ക് യാതൊരുവിധ ബുദ്ധിയില്ലാന്ന്. പോടാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ കൂടാതെ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നു. നായരിക്കും. ഇതവള് നമുക്കിട്ട് പണി തന്നതന്നെ. നമുക്കല്ല, നമുക്ക് എന്തൊക്കെയോ ഒരുപാട് കണക്ക് കൂട്ടലുകളോടെ അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അതെനിക്ക് ഭ്രാന്തായിട്ട് തോന്നുക. ഈ കാരണവരുടെ സുഖപ്പെടലും ഇതും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഇതന്നെയാ പറഞ്ഞ് എനിക്ക് ഭ്രാന്തുണ്ടെന്ന്. എഴുന്നേക്കട്ടെ. പതുക്കെ.
സൂക്ഷിച്ച്. നിക്ക്. സൂക്ഷിച്ച്. സൂക്ഷിച്ച്. ആഹാ, കൊള്ളാലോ. എഴുന്നേറ്റ് നടന്ന അങ്ങോട്ട്. അതെ, പറയുന്ന കേട്ടാ മതി. സൂത്രപ്പണിയൊന്നും പറ്റില്ല, ഞാൻ പിണങ്ങുവേ. മോതിരോടെ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. എന്റെ കയ്യിലില്ല. ദേ, മറ്റേ കൈ കാണിക്കാൻ. മറ്റേ കൈയാ ഈ കൈ. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിളമ്പിക്കോ വിളമ്പിക്കോ. അതെ, അത്ര കൊടുത്താ മതി. എന്നില്ല, ഇന്ന് മാത്രമേ ഉള്ളൂ വിളമ്പിക്കോ. ഡോക്ടർക്ക് നോക്ക്. സമ്പത്തെ, എന്താടാ? എനിക്ക് ഉറപ്പാ ഇതാ കിളവനും അവളും തമ്മിലുള്ള കളിയാ. അത് ശരിയാ, അവര് തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എങ്ങനെയെങ്കിലും അവര് തമ്മിലുള്ള രഹസ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ചിലപ്പോ രക്ഷപ്പെടുകയും ചെയ്യാം. നമുക്ക് രണ്ട് കൽപ്പിച്ചൊരു കളി കളിച്ചാലോ? പിന്നെന്താ, എന്റെ അടുത്ത് ചില വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. പെരുവഴിയായിരിക്കും. എടാ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് വെച്ചാ ആ കിളവനെ തട്ടിന് കൂടത്തിൽ ആ പെണ്ണിനും കൂടി തട്ടിക്കാളാം അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരാളെ കൂടി നമുക്ക് ആദ്യം തട്ടേണ്ടി വരും. ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടുള്ളൂ, കുറിപ്പിനല്ലേ തട്ടണം. ഓഹോ, കളിച്ച് കളിച്ച് ഇത്രയും കാലം ബുദ്ധി ഉപദേശിച്ച നിന്റെ നേരത്തെ കളി അല്ലേ? പൈസ കണ്ടപ്പോ കണ്ണ് മഞ്ഞളിച്ചു പോയി. അയ്യ, ആള് മോശമില്ലല്ലോ. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഇവിടെ ഒരാളെ തന്നെ ഒന്ന് തട്ടാൻ നോക്കിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. പിന്നെയാണ് ഇനി അവളെ കൂടെ തട്ടാൻ നോക്കുന്നത്. ഇവനെയൊക്കെ അയാളത്തെ ഓടിപ്പോയെ അറിയില്ല. പുതിയ വല്ല എക്സസൈസും പരീക്ഷ നോക്കുന്നതായിരിക്കും. അവനൊരു വ്യായാമ പ്രേമിയാ. അല്ല, താനിപ്പോ എന്താ എന്റെ മുറിയിലേക്കൊന്നും വരാത്തെ? വലിയ വലിയ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് പരാജയപ്പെടുത്തുന്ന ആളല്ലേ? ചിലപ്പോ അതിന്റെ ഒക്കെ തിരക്കിലായിരിക്കും. എന്തായാലും താൻ ആളൊരു കേമനാണ് അല്ലേ മീരേ? പിന്നെ കേമത്തിൽ ഇത്തിരി കൂടി പോയിട്ടുണ്ടോന്നേ സംശയമുള്ളൂ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. താൻ എന്തിനാ അന്ന് രാത്രി അസമയത്ത് എന്റെ മുറി വന്ന് കയറിയത്? അത് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആരാ എന്താന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആരോ ഉപദ്രവിക്കാൻ വരികയാണെന്ന് വിചാരിച്ച് സർവ്വശക്തി എടുത്ത് ഞാൻ ചാടിയം എഴുന്നേറ്റു. അങ്ങനെ കാലങ്ങളായി തളർന്നു കിടന്ന എനിക്ക് ചലനശേഷി തിരിച്ചു കിട്ടി. അതിന്റെ ബാക്കിയാണ് ഈ നടപ്പും കാര്യങ്ങളും ഒക്കെ. എന്തായാലും ദൈവമാണ് തന്നെ ആ സമയത്ത് അവിടെ എത്തിച്ചത്. അത് ശരിയാ, തന്റെ വരവ് എന്തായാലും ഐശ്വര്യമുള്ളതാ. ദൈവം ഇനിയും തന്നെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കണേന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങോട്ട് നടന്നാലോ? ഓ, നടക്കാം നടക്കാം നടക്കാം. ഞാനും കൂടാ. ഓ, വന്നട്ടെ. വരുന്നില്ലേ? ഇല്ല, തന്നെ അങ്ങ് പോയാ മതി. ദൈവമേ, ഇന്നലെ നീ എങ്ങോട്ട് ഓടിയതാടാ ദുഷ്ട? ഓടിയത് എങ്ങോട്ടെങ്കിലും ആവട്ടെ, ഓടിയതുകൊണ്ട് പ്രയോജനം ഉണ്ടോന്ന് പറഞ്ഞ പോരെ? എന്ത് പ്രയോജനം? എടാ, മീരയും കാരണവരും തമ്മിലുള്ള ബന്ധം ഞാൻ കണ്ടുപിടിച്ചു. ഹരിയോ? അല്ല, വിനയ്. എന്റെ അന്വേഷണത്തിൽ മീരയുടെ അച്ഛന്റെ മരണം ഒരു കൊലപാതകമാണ്. കൊലപാതകം? ആ, മനഃപൂർവ്വം ഉണ്ടാക്കിയ നരഹത്യ. അതാണ് മീരയുടെ അമ്മയ്ക്ക് വട്ടാവാൻ കാരണം, അല്ലാതെ വാദം ഒന്നല്ല. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എടാ, ഡ്രൈവറായ മീരയുടെ അച്ഛനുള്ളപ്പോ കാർന്നൂർ എന്തിന് വണ്ടി ഓടിച്ചു? നോട്ട് ദ പോയിന്റ്. അത് ശരിയാണല്ലോ. ആ കുറിപ്പിനൊന്നും ചോദ്യം ചെയ്താ കൃത്യമായി കാര്യങ്ങൾ കിട്ടും. ഒരു 5-6 ഡെമ്മി തയ്യാറായിക്കോളൂ. മീര, മീരയുടെ അച്ഛൻ, കാർണവർ, കുറുപ്പ്. പറ്റെങ്കിലൊന്നെ. ഓക്കെ? എന്റെ ഹരി, കമോൺ. ദൈവമേ, ഇവന് എന്തു പറ്റി? എടാ, നിന്റെ തന്നെ ഡമ്മി പറഞ്ഞാൽ ആദ്യം ശരിയായിക്കോട്ടെ. വിനയേട്ടന് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും, ഉറപ്പ്. ശരിയാ മീനു, തീർച്ചയായും ദൈവം എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും. പക്ഷേ അതെന്നാണെന്ന് ഇനിയും ഒരു ഉത്തരം നിനക്ക് തരാൻ കഴിയാത്ത അവസ്ഥയാ. അതുകൊണ്ട്
നീ പറഞ്ഞ ആ കോഴ്സിന് അത് വേണ്ട വിനേട്ടാ. ഇനിയും നാട്ടിൽ നിന്നുകൊണ്ടൊരു കോഴ്സിനൊക്കെ പോകാന്ന് വെച്ചാ അത് വേണ്ട. ആൾക്കാർക്ക് പറയാനും ചിരിക്കാനും വെറുതെ നമ്മൾ എന്തിനാ? മാത്രമല്ല അച്ഛൻ എന്താ ചെയ്യാൻ പോണേന്ന് ആർക്കും അറിയില്ല. എന്താ മീനു നീ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെളിച്ചു പറ. നീ എന്തോ തീരുമാനിച്ചുറച്ച പോലെ ഉണ്ടല്ലോ. ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നില്ലേ ഗായത്രി വരുന്നതിനെ കുറിച്ചും മാഷിനെ വന്ന് കാണുന്നതിനെ കുറിച്ചൊക്കെ? ഓർമ്മയില്ലേ അന്ന് വല്ലാതെ ചൂടായത്? അവള് നാളെ എത്തുന്നാ പറഞ്ഞത്. കൂടുതൽ ദിവസങ്ങളില്ല. ഉടൻ നമ്മളെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോണ്ട് പോന്നോട്ടെ? ആയിക്കോട്ടെ. കമലേ, താക്കോലും കൊടുക്ക്. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് വെച്ച് മറക്കും. പക്ഷെ പൈസയെ കുറിച്ചാണെങ്കിലും നല്ല ഓർമ്മ. ഹായ് അങ്കിൾ. ഗായത്രി അല്ലേ? മീനാക്ഷി പറഞ്ഞിരുന്നു. വാ വാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം? ഈ GST നോട്ട് നിരോധനമൊക്കെ വന്നതിന് ശേഷം മനുഷ്യന്റെ അടപ്പളവിരിക്കല്ലേ. ആഹാ, ഇതാണ് അങ്കിളിന്റെ വിശേഷം. നമുക്കിതല്ല. നല്ലതാണല്ലോ അവിടുത്തെ സംസാരം. ആണോ? മീനാക്ഷി അകത്തുണ്ടല്ലോ. മോളെ ഒരു മിനിറ്റ്. ഈ മോളോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. ഈ കങ്കാരുവിന്റെ ഇറച്ചി കയറ്റി അയച്ച നല്ല കാശ് കിട്ടും. അല്ല, മോളെവിടെ എംബസിയിൽ എക്സ്പോർട്ടിംഗ് വിഭാഗത്തിലാണെന്നല്ലോ പറഞ്ഞത്. ഇതൊക്കെ ഒരുപാട് പേര് ചെയ്ത് പരാജയപ്പെട്ടതല്ലേ എന്റെ അങ്കിളെ? അതിനെക്കാട്ടി നല്ലത് ബീഫ് ഇറച്ചി ഇവിടെ തയ്യാറാക്കി നോർത്ത് ഇന്ത്യയിലേക്ക് കയറ്റി വിടുന്നതല്ലേ? ശരി അങ്കിളെ, മീനുനെ കണ്ടിട്ട് പിന്നീട് സംസാരിക്കാം. ബീഫ് എക്സ്പോർട്ടിംഗ്. ഫോണിൽ പറയണത് കേട്ടപ്പോ നീ ഇത്ര സീരിയസ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല. ഞാനിങ്ങനെ സീരിയസ് ആവാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗവും കാണുന്നില്ല. ശരിക്കും എന്താണ് വിനയുടെ പ്രോബ്ലം? എന്താ ആള് പറയുന്നത്? ഇപ്പോ 1 വർഷം ഏതാണ്ട് തീരാറായില്ലേ? ശരിക്കും വിനയേട്ടനൊരു പാവാ. എന്താ സംഭവിച്ചെന്നോ സംഭവിക്കാൻ പോകുന്നേന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പൊ പഴയതുപോലൊരു കോൺഫിഡൻസ് കാണുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. നീ ആവശ്യപ്പെട്ട പോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഡാൻസ് അക്കാഡമി എന്ന നിന്റെ സ്വപ്നം പൂവണിയാൻ ഇനി മറ്റൊരു തടസ്സവും ഇല്ല. എന്താ വിനയ ഇതിൽ ഇത്രത്തോളം ആലോചിക്കാനും വിഷമിക്കാനും? മറിച്ച് സന്തോഷിക്കല്ലേ വേണ്ടത്? ഒരു നർത്തകിയുടെ ജീവിതത്തില് ഇതിനേക്കാൾ സന്തോഷകരമായി മറ്റെന്താ ഉള്ളത്? അതുപോലെ തന്നെ വിനയനും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാൻ സാധിക്കും. ഞാനല്ലേ പറയുന്നത്? അതല്ല ഗായത്രി, ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇവൾ അടുത്തുണ്ടല്ലോ എന്നൊരു തോന്നൽ എനിക്കൊരു ആശ്വാസമാണ്. ഇവളും കൂടി പോയാ പിന്നെ ആഹാ, വിനയം പറയുന്നത് ശരി. പക്ഷെ മീനാക്ഷിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. സാഹചര്യത്തെ കുറിച്ച് വിനയം പറയുമ്പോ ആ സാഹചര്യം എന്താന്ന് പോലും ഇവളോട് പറയുന്നുണ്ടോ? അങ്ങനല്ല ഗായത്രി, ഞാൻ വിനയേട്ടനോട് ചോദിക്കാഞ്ഞിട്ടാ. വിനയേട്ടാ സമ്മതിക്ക് പ്ലീസ്. നമ്മുടെ രണ്ടുപേരുടെയും നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ ഗായത്രി നിർബന്ധിക്കുന്നത്. ഇനി വിനയന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നാലും സാഹചര്യങ്ങൾ അനുകൂലമായാലും നമുക്കിനി ഈ നാട്ടിൽ നിൽക്കേണ്ട വിനയേട്ടാ, പ്ലീസ്. അതെ വിനയ, മീനാക്ഷി പറഞ്ഞതാ ശരി. കൂടുതലൊന്നും ആലോചിക്കാതെ ആ വഴിക്ക് ചിന്തിക്ക്. എവിടെ ആയിരുന്നു? ഇവിടൊന്നും കണ്ടില്ലല്ലോ. ഞാനൊന്ന് പുറത്തു പോയിരുന്നു. ഓ, മീനാക്ഷിയെ കാണാൻ. എന്നിട്ട്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഡിവോഴ്സ് തരികയാണെങ്കിൽ മീരയ്ക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാക്കാതെ ഞാൻ അവളോടൊപ്പം പോയി ജീവിച്ചോളാം. എനിക്കൊന്നും വേണ്ട. വിനയ, ഞാൻ ഡിവോഴ്സ് തരില്ലെന്നും ഒഴിഞ്ഞു പോവില്ലെന്നും ഒക്കെ പറഞ്ഞത് വിനയൻ കാരണവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാ. അല്ലാതെ എന്നും ഇങ്ങനെ കഴിയാനല്ല. അന്ന് രാത്രി കാരണവരുടെ മുറി ചെന്നപ്പോ അവിടെ ആരോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ശരിയാണ്, അത് മനോജായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം കുറെ നാളുകളായിട്ടറിയാം.
ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ മോളെ തിരിച്ചു വിളിക്കട്ടെ? പ്ലീസ് മറക്കരുത്. ഓക്കെ ഷോ. ശരി. ഈയിടെ കൂട്ടുകാരുമായി ചേർന്ന ഒരു ഗ്ലോബൽ വില്ലേജ് തുടങ്ങാൻ അവൻ പദ്ധതിയിട്ടു. അതിന് കുറെ പണം ആവശ്യമായിരുന്നു. ആ സമയത്താ നിങ്ങൾ പണം തരാന്ന് പറഞ്ഞ് രണ്ടാമതും എന്നെ സമീപിക്കുന്നത്. ഒരുപക്ഷെ ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കാം. നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. നീ ധൈര്യമായിട്ട് വാക്ക് കൊടുക്ക്. എന്നാലും ഓരെന്നാലും ഇല്ല. 30 ദിവസത്തേക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്കത് സഹിക്കാം. ഒരു നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ, നമ്മുടെ എല്ലാവരുടെയും. കാരണവരുടെ മാസ്ക് മാറ്റാതിരുന്നത് ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് വിനയനെ പോലെ അവനും എന്നോട് വഴക്കുകൂടി. നീ ആ മാസ്ക് ഊരണ്ടെന്ന് എന്തിനാ പറഞ്ഞത്? ഇനിയിപ്പോ ജോണിനോട് ഞാൻ എന്ത് പറയും? 30 ദിവസം എന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇതിപ്പോ നിനക്കെന്താ ശരിക്കും അവിടെ നിന്നാ കൊള്ളാന്നുണ്ടോ? മനു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നല്ലാതെ. ഇനിയിപ്പോ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞ അന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും ഒരേ ഉദ്ദേശത്തോടു കൂടിയാ കാരണവരുടെ റൂമിൽ ചെല്ലുന്നത്. അതിന്റെ പേരിൽ ഞാനും മനോജുമായി വഴക്കായി. കഷ്ടം. നിനക്ക് എങ്ങനെ പണത്തിന് വേണ്ടി ഒരാളെ കൊല്ലാൻ തോന്നുന്നു മനു? അതിന് കാരണക്കാരി നീയല്ലേ. മര്യാദയ്ക്ക് ആ മനുഷ്യനെ അന്ന് മരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ. നീ ആകെ മാറിപ്പോയി മനു. പണമാ നിനക്കിപ്പോ വലുത്. അതിനു വേണ്ടി നീ എന്തും ചെയ്യും. എനിക്കിപ്പോ നിന്നെ പേടിയായി തുടങ്ങി. മാറിപ്പോയത് നീയോ ഞാനോ? തീരുമാനം എന്റേത് മാത്രമായിരുന്നില്ലല്ലോ. ഇപ്പൊ നീ പലതും മറന്നിരിക്കുന്നു. എന്നെ പേടിക്കാനും തുടങ്ങിയല്ലേ? നല്ല കാര്യം, നടക്കട്ടെ. ആ വഴക്കിന് ശേഷം അവൻ എന്നെ വിളിച്ചിട്ടേയില്ല. ഞാനും. ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം ഇതാണ്. ഞാനെന്താ അവിടെ? എന്ത്? അല്ല, ആ നായരെന്താ അവിടെ? ഏത് നായര്? എന്റെ അമ്മായിച്ചേ. അയ്യോ, അയാളെന്താ ഇവിടെ? എന്റെ അടുത്താ ചോദിക്കണേ. അല്ല പിന്നെ പെട്ടെന്ന് കണ്ടൊരു സന്തോഷത്തില് ഓടിയതാ. ഫ്രണ്ട് ഊറിൽ കൂടെ വരാതെ എന്താ ഇങ്ങനെ? കുറച്ച് വെളിച്ചെണ്ണ അന്വേഷിച്ചിറങ്ങിയതാ. പഴയ മില്ലുമായിട്ട് ഞാനങ്ങ് തെറ്റി. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് നീ ഇതിന്റെ മാനേജരാണെന്ന്. എന്നാ പിന്നെ കണ്ടേച്ചു പോവാന്ന് കരുതി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇരിക്കേ. പുറത്തൊക്കെ മില്ല് നിന്റേതാണെന്നാണല്ലോ പറയുന്നത്. ഇവനാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്താ കാര്യങ്ങളൊക്കെ ഇവനാണ് നോക്കുന്നതെന്ന്. ഇതാരാ? ഇവിടെ വർക്ക് ചെയ്യുന്നതാ. ഓ, അത് ശരി. എന്നാ പിന്നെ വന്ന കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ സമയം ഏതാണ്ട് തീർന്ന പോലെ. എന്താ നിന്റെ പരിപാടി? ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് വരും. എന്താ? അല്ല, ഉടനെ തന്നെ വരും. വരുമ്പോ ഇവളെ ഡിവോഴ്സ് ചെയ്തിട്ടായിരിക്കുമോ വരവ്? നീയൊക്കെ എന്താടാ വിചാരിച്ചേ? ഈ നായരെ പറ്റിക്കാന്ന്? നായർ ഉദ്ദേശിക്കും പോലെ അല്ല കാര്യങ്ങള്. പിന്നെ ആരുദ്ദേശിക്കും പോലെയാ കാര്യങ്ങൾ? സർ പ്ലീസ്, എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം. കുട്ടിക്ക് എന്താ ഇതിൽ കാര്യം? സർ പ്ലീസ് ഒന്ന് വരൂ. പ്ലീസ്, അല്പസമയം മതി. സർ വരൂ. ഈ കൊച്ചു പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ പോകുന്നു. പിന്നെ വേഗം ഇതൊക്കെ അങ്ങ് തീർത്തിട്ട് വന്നാൽ നിനക്ക് എന്റെ മോളെ കിട്ടും. ശരി, എന്നാ കോട്ടെ കുഞ്ഞ്. എന്തായാലും കുട്ടീനെ സമ്മതിച്ച് ഒരു കാട്ടുപോത്തിനെ ഒതുക്കിയത് എന്ത് മന്ത്ര പ്രയോഗിച്ച്? ഒരു മന്ത്രവും പ്രയോഗിച്ചില്ല. ഞാൻ ഉള്ള കാര്യം അയാളോടങ്ങ് പറഞ്ഞു. അപ്പൊ അങ്ങേർക്ക് എതിർപ്പൊന്നുമില്ല? ഹാവു, സമാധാനായി. ഇനി സ്വസ്ഥായിട്ട് ഇരിക്കാനോ? രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്ത്? കാരണവരെപ്പ ചാവൂന്ന്. അടുത്ത അമാവാസിക്ക് അയാളോട് പോയി പണിയൊക്കാൻ പറയും. എന്റെ ദൈവമേ, എന്നാലും അവൻ ആള് കൊള്ളാലോ. എന്റെ മോളെ പറഞ്ഞു നിർത്തിയിട്ട് വേറൊരുത്തിയെ കല്യാണം കഴിച്ച് മാസങ്ങളോളം ഭാര്യ ഭർത്താക്കന്മാരെ കഴിയുകയാണെന്നോ? തൽക്കാലം ഇക്കാര്യം മീനാക്ഷി അറിയണ്ട. അവൾ അറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
ചെയ്യുന്നതൊക്കെ കൊള്ളാം. എന്റെ മോളുടെ ഭാവി തൊലച്ചാലുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ വിവരം അറിയും. ഇതങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവില്ല. ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണം. ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? ഞാനിവിടെ തോറ്റിരിക്കുന്നു. മറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഐ എം വിത്ത് യു. ആരോടുള്ള വാശിയോ വെറുപ്പോ ഒന്നുമല്ല, മറിച്ചൊരു തീരുമാനം എടുക്കാൻ എനിക്ക് കഴിയാത്തോണ്ടാ. എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല ഗായത്രി. നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ലല്ലോ മീനു. എനിക്കറിയാം നിന്നെ. പറ, ഇനി എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? പറയൂ. നാളെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇൻകം ടാക്സിലെ. ഇതല്ലേ അത് തന്നെ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള പേപ്പറിൽ കൊണ്ട് സൈൻ ചെയ്തേക്കണം. ആയിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം. ഞാൻ മധുസൂദനൻ നായർ. എനിക്ക് താങ്കളോട് കുറച്ച് സംസാരിക്കും. ഇരിക്കൂ. എന്താ കാര്യം? നിങ്ങൾ അറിയാതെ ഇവിടെ നടക്കുന്ന ഒരു നാടകത്തെ പറ്റി പറയാനാണ് ഞാനിപ്പോ വന്നത്. നിങ്ങളിപ്പോ ഒരു കല്യാണം നടത്തിയില്ലേ, വിനയനും മീരയുമായിട്ട്? നല്ല അടിപൊളി കല്യാണമായിരുന്നല്ലോ. എന്തായാലും അതൊരു നാടകമാണ്. എന്ന് വെച്ചാൽ പരസ്പരം സമ്മതിച്ചുകൊണ്ട് കുറച്ചു നാളത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. അതായത് താങ്കൾ എന്ന് മരിക്കുന്നുവോ അന്ന് അവർ ഈ ബന്ധം അവസാനിപ്പിക്കും. അതെങ്ങനെ നിങ്ങൾക്കറിയാം? വിനയൻ ഈ ബന്ധം ഉപേക്ഷിക്കുന്നതേ എന്റെ മകൾ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അവൻ ആദ്യമേ ഇക്കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ ആരും സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ചുമ്മാ ഇല്ലാത്തത് പറയരുത്. ഞാൻ പറയുന്നത് വിശ്വാസമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പെങ്കൊച്ചിനെ വിളിച്ചു ചോദിക്കും. വേണ്ടേ? എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. ഞാനിപ്പോ എന്ത് ചെയ്യണം? താങ്കളുടെ കാലം കഴിയുന്നത് വരെ കാത്തിരിക്കാനാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വേണ്ട. അതിനു മുമ്പേ കുട്ടികൾ തമ്മിലുള്ള ഇഷ്ടം മനസ്സിലാക്കി ഉചിതമായ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ സഹകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്തു പറയുന്നു? താങ്കൾ തൽക്കാലം ചെല്ല്, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും ഉടനെ വേണം. എനിക്ക് എന്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാ. ശരി ശരി. അപ്പൊ കണ്ടതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. മീരെ വിളിക്ക്. ഇവിടെ പറഞ്ഞതൊക്കെ നീയും കേട്ട് കാണും. അതൊന്നും ശരിയാവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. അയാള് പറഞ്ഞതൊക്കെ കളവല്ലേ? അല്ലേ?
എന്റെ മരണം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ നിന്നത് അല്ലേ? പിന്നെ എന്തിനായിരുന്നു ഈ സ്നേഹനാടകം? നിനക്കിതെങ്ങനെ അദ്ദേഹത്തോട് ചെയ്യാൻ കഴിഞ്ഞു മീരെ? താനും അവരുടെ കൂടെ ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? അയ്യോ, അതെന്താ അങ്ങനെ പറയുന്നത്? അവന് മറ്റൊരു പെണ്ണോട് ഇഷ്ടമുണ്ടായിരുന്നു. താൻ എന്താ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ അങ്ങയുടെ താല്പര്യത്തിന് എതിര് സംഭവിച്ചാൽ വിഷമാവൂന്ന് കരുതി. ഞാൻ അവനോട് ചെയ്തത് തെറ്റായി പോയിടോ, വലിയ തെറ്റ്. ഇതിനൊക്കെ ഞാൻ എവിടെ പോയി സമാധാനം പറയും? എന്തായാലും നായര് കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു സമാധാനമൊക്കെ ഉണ്ട് അല്ലേടാ? ഞാനെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹം ഒന്ന് ചത്തുകെട്ടാൻ കാത്തിരിക്കുമായിരുന്നു അല്ലേ നീ? വഴിയിലെങ്ങാടെ തെണ്ടി നടന്നിരുന്ന നിന്നെ കൊണ്ടുവന്ന് വേണ്ടതെല്ലാം തന്ന അദ്ദേഹത്തോട് തന്നെ നീ ഇതൊക്കെ കാണിക്കണം. കഷ്ടം. ആക്ച്വലി ശരിക്കും എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ഇതോടെ നോറി സംഭവിച്ചത്. ഞാൻ അന്ന് എന്നോട് പറഞ്ഞ അതൊന്നും അത്ര സിമ്പിൾ അല്ലാന്ന്. എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? മീനാക്ഷിയുടെ അച്ഛൻ വന്നിരുന്നു. ഇനിയിപ്പോ അറിയില്ല അദ്ദേഹത്തിന്റെ തീരുമാനം. എനിക്കിനി അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ വയ്യ. ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയി. വിഷമിക്കണ്ട, എന്റെ നിർബന്ധം കൊണ്ടാണ് താൻ ഇതിന് കൂട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞോളാം. ഒന്നും വേണ്ടായിരുന്നു അല്ലേ? ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. നീ ഇതൊന്ന് വായിച്ചു നോക്ക്. മാസ്ക് ഊരാൻ തീരുമാനിച്ച സമയത്ത് എന്നെ കൊണ്ട് എഴുതിച്ചതാ മരണശേഷം നിന്നെ ഏൽപ്പിക്കാൻ. പക്ഷേ നീ ഇത് ഇപ്പൊ തന്നെ വായിച്ചറിയണമെന്ന് എനിക്ക് തോന്നി. പ്രിയപ്പെട്ട വിനയ, നാട്ടുവിശേഷമെന്നോ നാടോടി കഥയെന്നോ നിനക്ക് തോന്നാവുന്ന ഒന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരച്ഛന്റെ പിടിവാശിയും ദുരഭിമാനവും കൊണ്ട് സ്വന്തം മകൾ വീട് വിട്ടിറങ്ങി മറ്റൊരാളോടൊപ്പം ജീവിക്കേണ്ടി വരുന്നു. വൈകാതെ തന്നെ അവൾക്കൊരു കുഞ്ഞ് പിറന്നെങ്കിലും ആ കുട്ടിക്ക് 3 വയസ്സ് തികയുന്നതിന് മുമ്പ് അവന്റെ അച്ഛനമ്മമാർ ഒരു അപകടത്തിലൂടെ ഈ ലോകത്തോട് യാത്ര പറയുന്നു. ആ പിടിവാശിക്കാരൻ ഞാനും നിർഭാഗ്യവാനായ കുട്ടി നീയുമാണ്. മരണവാർത്ത അറിഞ്ഞ് ഞാൻ ഓടിയെത്തി. 3 വയസ്സായ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നെങ്കിലും ജീവിച്ചിരുന്ന പലരും അത് അനുവദിച്ചില്ല. നിന്റെ അച്ഛന്റെ ആൾക്കാർ, അവരുടെ വാശിയാണ് നിന്നെ അനാഥാലയത്തിൽ എത്തിച്ചത്. അന്യനെ പോലെ അന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോഴും ആരും അറിയാതെ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ എത്തിച്ചിരുന്നു. അനാഥാലയത്തിൽ നിന്നും നീ പുറത്തു വന്നപ്പോഴെങ്കിലും എല്ലാം നിന്നോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നീ എന്നെ വെറുക്കുമെന്നും ശപിക്കുമെന്നും ഞാൻ ഭയപ്പെട്ടിരുന്നു. അപ്പോഴും നീ അറിയാതെ തന്നെ നിന്നെ സഹായിക്കാൻ പലരെയും ഞാൻ അയച്ചിരുന്നു.
ബിസിനസ് പങ്കാളികളായിട്ട്. എത്രയോ വർഷങ്ങളായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നരകയാതന എന്റെ എല്ലാ ക്രൂരതകൾക്കുമുള്ള ശിക്ഷയായി ഞാൻ കരുതുന്നു. ഇതിന്റെ എല്ലാ അവകാശിയായി നിന്നെ കാണാൻ കഴിഞ്ഞ സംതൃപ്തിയോടെയാണ് ഞാൻ യാത്രയാകുന്നത്. നിനക്കും മീരയ്ക്കും നല്ലതേ വരൂ. മീരേ, മീരേ, അദ്ദേഹം എന്റെ മുത്തശ്ശനാ. എന്റെ സ്വന്തം മുത്തശ്ശൻ, എന്റെ അമ്മയുടെ അച്ഛൻ. ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ ദൈവമേ. മീരയ്ക്കൊന്നും വിശ്വാസമാവുന്നില്ല. മീര, ഇതൊന്ന് വായിച്ചു നോക്ക്. മുത്തശ്ശ, 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 എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ. എനിക്ക് മാപ്പ് തരണം. വിനയ ഒന്ന് വേഗം വാ. എന്താ? അദ്ദേഹം വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. മുത്തശ്ശ, 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 പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നിലവിട്ടൊന്നും പെരുമാറിക്കളയരുത്. എല്ലാം എനിക്കറിയാവുന്നതല്ലേ, അച്ഛൻ പേടിക്കണ്ട. ഞങ്ങള് താമസിച്ചറിഞ്ഞത്. ഓ, സാരമില്ല, ഇരിക്കെ. ഇതാണ് മോള്, മനസ്സിലായി. മീനാക്ഷി, നീ വിനയന്റെ അടുത്തേക്കല്ലേ? വിഷമിച്ചിരിക്കല്ലേ? ശരി. ഈ സാഹചര്യത്തിൽ അവർ തമ്മിൽ സംസാരിക്കുമ്പോ അവനൊരു ആശ്വാസമായിരിക്കും. അത് മീനാക്ഷി, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ മീര. നിങ്ങൾ സംസാരിക്കുക. ഇത്തരൊരവസ്ഥയില് വിനയേട്ടന്റെ മനസ്സെനിക്ക് മനസ്സിലാവും. എന്നെ വിശ്വസിക്കൂ, എനിക്ക് വിനയേട്ടനോട് ഒരു ദേഷ്യവുമില്ല. വിനയേട്ടൻ ഒരുപാട് ക്ഷീണിച്ചല്ലോ.
എന്തേ ശരീരം ശ്രദ്ധിക്കാറില്ലേ? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടാ. എനിക്കറിയാം വിനയേട്ട, എല്ലാം എനിക്ക് വേണ്ടി മാത്രമാണ്. വരുന്നുണ്ട്. ഞാനത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എല്ലാം ഓക്കെ ആണല്ലോ? ചെയ്യാമെന്ന് പറഞ്ഞു. ശരി ശരി. അതെ സത്യം പറയാലോ, ആ മനോജ് ഒന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോ എന്റെ മോളുടെ ഭാവിയും കൂടെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനത് ഇവിടെ ഒന്ന് അറിയിച്ചത്. അല്ലാതെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലോ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മോളെ ഇനി മോൾക്ക് ഉടനെ പോണമല്ലോ അല്ലേ? ഡോക്ടർ എന്ന് പറഞ്ഞേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നമുക്കിറങ്ങിയാലോ? അങ്ങനത്തെ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ മോനെ. നീ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. മരണ വീട്ടിൽ എന്തോന്ന് എടുത്ത് കഴിക്കാൻ. അവനാള് മിടുക്കൻ, ജീവിക്കാൻ പഠിച്ചോനാ. അവന്റെ ഉള്ളിൽ മുഴുവൻ കിളവൻ ചത്തതിന്റെ സന്തോഷ. പക്ഷെ അത് പുറത്ത് കാണിക്കാതെയുള്ള അവന്റെ പ്രകടനം നീ കണ്ട. അവര് തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ? അച്ഛനെന്ത് തോന്നുന്നു? ആര് തമ്മില്? വിനേട്ടനും മീരയും. അല്ലാണ്ടാരാ? നീ എന്റെ മോള് തന്നെയാണോടി? എന്റെ പൊന്നു മോളെ, നിന്റെ ഈ വീട്ടിൽ തരുമെന്ന് അവൻ കേൾക്കെ പറഞ്ഞു കളയരുത്. അവനും കൂടെ ഇതുപോലെ തോന്നിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ലേ? നീ വണ്ടി കയറി. എന്റെ ദേവി, അവനെ കൊണ്ട് അങ്ങനെയൊന്നും തോന്നിപ്പിക്കരുതേ. ഞാനൊരു 10 കിലോ അല്ല 1 കിലോ എണ്ണ വെച്ച് തിരികെ എത്തിച്ചേക്കാം. എന്നാ മീനാക്ഷിയെ വിളിച്ചോണ്ട് വരുന്നത്? സമയാവട്ടെ, എല്ലാം ശരിയാവും. നാളെ രാവിലെ തന്നെ പോണെന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ ആവുമ്പോ ബസ്സിലൊന്നും വലിയ തിരക്കുണ്ടാവില്ല. നമ്മുടെ കാറിൽ തന്നെ പോയാൽ പോരെ? അത് വേണ്ട വിനയ, ഞാൻ ബസ്സിൽ തന്നെ പോയിക്കോളാം. എനിക്കതാ ഇഷ്ടം. നിർബന്ധിക്കല്ലേ പ്ലീസ്. ഉണരും മുമ്പേ എന്നോട് യാത്ര പറയാതെ പോകാനായിരുന്നു പ്ലാൻ അല്ലേ? മീരെ ഞാൻ കൊണ്ടുവിട്ടോട്ടെ? അത് വേണ്ട വിനയ, അത് ശരിയാവില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ശീലിക്കുന്നത് നല്ലത്. ഇനി അങ്ങോട്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ളതല്ലേ ഒറ്റയ്ക്ക്. ഞാൻ ഇറങ്ങാ. മീര, ഇത് ദയവായി മീര വേണ്ടെന്ന് പറയരുത്. വിവാഹ നാടകം കളിച്ചതിന് ഞാൻ ആവശ്യപ്പെട്ട 50 ലക്ഷം രൂപ അല്ലേ? വെറും 30 ദിവസം കഴിഞ്ഞ അഴിച്ചുവെക്കാവുന്ന വേഷമെന്നല്ലേ പറഞ്ഞത്?
ഇപ്പൊ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ? എത്രയുള്ളൂ? ഞാൻ ബാക്കി കൂടി തൽക്കാലം എനിക്കിനി രൂപയുടെ ആവശ്യമില്ല. മൂപ്പരാൻ തട്ടിപ്പോയ കാര്യം ഞാൻ ഇന്നാ അറിഞ്ഞ. കഷ്ടമായിപ്പോയി. അല്ല, മരിക്കുമെന്ന് അറിയായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഡൈവേഴ്സിന്റെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കണം. നടക്കുന്നുണ്ട്. പണത്തിന്റെ ഏർപ്പാട് ചെയ്തു കാണുമല്ലോ അല്ലേ? തന്നതാണ്, ഞാൻ വാങ്ങിയില്ല. അതെന്താ? കാരണവരുടെ മരണത്തിന് ഞാനാ ഉത്തരവാദി. അതെന്നെ. നീ ഉത്തരവാദിയോ? അതെങ്ങനെ? നീയല്ലേ മനു മീനാക്ഷിയുടെ അച്ഛനെ തിരക്കി കണ്ടുപിടിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചത്? അതുകൊണ്ടല്ലേ അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തെ കൊന്ന ആ പണം എനിക്ക് വേണ്ട. നിനക്ക് ഭ്രാന്താണ്. പണത്തിന് വേണ്ടിയായിരുന്നില്ലെങ്കിൽ പിന്നെ ഇത്രയും ദിവസം ഒരുത്തന്റെ കൂടെ പോയി താമസിച്ചത് എന്തിനാണ്? ഞാനെന്താ നിന്റെ ബോറടി മാറ്റാൻ വേണ്ടി അവന്റെ കൂടെ പറഞ്ഞു വിട്ടതെന്ന് കരുതിയോ? നീ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് ആ പണം വേണ്ട. അറിയാം നീ വാങ്ങില്ലെന്ന്. അവന്റെ കൂടെ പുറത്തപ്പോ നീ നിന്നെ തന്നെ മറന്നു. നീ ഏതോ സ്വപ്നലോകത്താണ്. കൂടെ പുറത്തിട്ട് കൈ നിറയെ പണവുമായി വന്നിരുന്നെങ്കിൽ നീ 2 കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു അല്ലേ? ഈ വക ഒരു കംപ്ലൈന്റ് നിനക്കപ്പോ കാണില്ലെന്നും എനിക്കറിയാം. നിനക്ക് എന്ത് ചെയ്തിട്ടായാലും കാശ് മതിയല്ലോ. ഓ, നീ ഒരുപാടൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. നിന്നെ തിരുത്താൻ ദൈവത്തിന് പോലെ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. എല്ലാം എല്ലാം. ഈ വിനയൻ സാറ് അകത്തുണ്ടോ? വിനയനകത്തുണ്ട്, സാറോടൊന്നറിയില്ല. വെയില് കൊണ്ടിട്ടായിരിക്കും. പിന്നെ അതിന് താഴെയുള്ളത്. അത് കേട്ട് നീട്ടാതെ അവനോട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സംസാരിച്ചേക്കണം. ഇരിക്കുമോനെ, കുറിപ്പ് വരുന്നുള്ളൂ. ഇടയ്ക്കൊന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കണ്ടേ, ഓരോരോ തിരക്കുകളല്ലേ. ഇരിക്കുമോളെ. വിനയം, കാരണവരും നീയായിട്ടുള്ള ബന്ധത്തെ പറ്റി ഞാൻ സത്യത്തിൽ ഇപ്പോഴേ അറിയുന്നു. കഷ്ടമായിപ്പോയി. ഇത്ര പെട്ടെന്ന് പോകുന്ന ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ലേ. അല്ല, നമുക്കിനി മുന്നോട്ട് പോയാലേ പറ്റൂ. അല്ല, അതിന് ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. എന്താ കുറിപ്പിന്റെ അഭിപ്രായം? അതിപ്പോ തീരുമാനം എടുക്കേണ്ടത് വിനയനല്ലേ? വിനയൻ പറയട്ടെ. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഇനി വേഗം കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. എന്തു പറയുന്നു? അല്ല, ഇനി വിനയന് പ്രത്യേകിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ. വിനേട്ടം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ, എന്നിട്ടാവാൻ ചർച്ചയൊക്കെ. വാ വിനേട്ട. ഞാൻ അവിടുന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടേയിരിക്കും. വിനയേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ അച്ഛനോ മറ്റാർക്കെങ്കിലുമോ മനസ്സിലാവില്ലല്ലോ. സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ആർക്കെങ്കിലും പറയാനും. അല്ല, ഫ്രഷ് ആവണ്ടേ വല്ലതും കഴിക്കാൻ? അല്ല കുറുപ്പേ, ഈ റബ്ബറിൽ നിന്നൊക്കെ ലാഭം ഇല്ലെങ്കിൽ നമുക്കതങ്ങ് തട്ടിയാലോ? ഇയാൾക്ക് കണ്ണിത്തീനാണ് അത് കുളപ്പുള്ളി അപ്പം കളിക്കുന്നു. വിനയ, ആ ഷുഗർ ഫാക്ടറിയുടെ ഫയൽ എവിടെയാ വെച്ചിരിക്കുന്നത്? ഓഫീസിലല്ലേ? ഇല്ല, അവിടെയൊക്കെ നോക്കി. ഛേ, എല്ലാം മീര നോക്കിയിരുന്നോണ്ട് ഞാനൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. മീരെ തന്നെ വിളിച്ചു ചോദിക്കാം അല്ലേ? ഞാൻ വിളിക്കണോ? വേണ്ട, ഞാൻ വിളിച്ചോളാം. ശരി. ചേച്ചി, ദേ ഫോൺ. ഹലോ, ഞാനാ വിനയൻ. മനസ്സിലായി. ഞാൻ വിളിച്ചത് നമ്മുടെ ഷുഗർ ഫാക്ടറിയുടെ
ആ ജനറൽ ഫയൽ എവിടെയാ വച്ചിരിക്കുന്നത്? ഇവിടെ കാണുന്നില്ല, അതാ. അത് ഫയലല്ല, ആ 6 തടിച്ച ബുക്കുകളില്ലേ അതിലൊന്നാ. അതാ ബെഡ്റൂമിലെ ഷെൽഫിൽ തന്നെ ഇരിപ്പുണ്ട്. ഓ, ഞാൻ നോക്കിക്കോളാം. സുഖല്ലേ? വേറെ ഒന്നുമില്ല. വെക്കട്ടെ? വിനയേട്ടനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ? മീരയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? എന്തിന്? നീ ചുമ്മാ ഓരോന്ന്. എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? വെറുതെ എനിക്കങ്ങനെ തോന്നി. വിനയ, എടാ, നമ്മളെ മീരേനെ കാമുക മനോജില്ലേ, അവൻ മീരേനെ ഒഴിവാക്കി പോയി. എന്താ കാരണം? മനോജ് മീരേന്റെ അടുത്ത് കുറച്ച് പൈസ വെച്ചിട്ടേ അത് കൊടുക്കാൻ പറ്റിയില്ല എന്നാ പറഞ്ഞേ. സമ്പത്ത് എങ്ങനെ അറിഞ്ഞു? മാർക്കറ്റിൽ വെച്ച് ഞാൻ മീരേനെ എഴുതി മായനെ കണ്ട്, അങ്ങനെ അറിഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ എത്ര മുറിയായത്? എവിടെയായിരുന്നു? ഞാൻ ഈ പറമ്പൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി പോയി. എന്നാ ഇറങ്ങിയാലോ? സമയമായി. നാളെ അങ്ങോട്ട് വരാനുള്ളതല്ലേ? പോയിക്കോട്ടെ. നമുക്കെന്താ ഇവിടെ പരിപാടി? ഞാൻ മേൽനോട്ടം. ഫുഡിന്റെ ആയിരിക്കുമല്ലേ? നടക്കട്ടെ. എന്തായാലും നല്ല ഉത്തരവാദിത്തമുള്ള അമ്മായിപ്പൻ പറമ്പിന്റെ എല്ലാ അതിരും കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ ഭാഗ്യം. വെസ്റ്റിന് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഒരു ചായ എടുത്ത്. അല്ലെങ്കിൽ വേണ്ട, കോഫി മതി. വേണ്ട, ചായ തന്നെ മതി. ചായയോ കാപ്പിയോ എന്തെങ്കിലും ഒന്ന് എടുക്ക്. ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഇല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടെങ്കിൽ എടുക്ക്. പാൽ ഒഴിച്ചൊഴിക്കാതെയോ? നാരങ്ങ വെള്ളത്തില. നിന്നെയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അല്ല, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ മനുഷ്യയെ വാലെ തീ പിടിച്ച് വെരികിനെ പോലെ ഇങ്ങനെ നടക്കണത്? എടി, അവൾ അവിടുന്ന് പോയെങ്കിലും ഒത്തിരി നാൾ അവർ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ. എപ്പോഴാ വേണ്ടാതീനം മനസ്സിൽ തോന്നുന്നു പറയാൻ പറ്റൂ. അതാ എന്റെ ടെൻഷൻ. നിന്റെയൊക്കെ അല്ലേ വർഗം. എനിക്ക് എന്നെ കൂടെ പ്രവർത്തിക്കരുത്. നമ്മളെ മോളെ ഇത്രയ്ക്ക് സൽസ്വഭാവികമായിട്ട് വളർത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതെന്താ? അല്ല, അവൾ അവനുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഏനക്കേട് ഒപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നുവെച്ചാ വല്ല ഗർഭവും മറ്റോ അങ്ങനെ. വേണ്ടാതീനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. നാണം കെട്ട മനുഷ്യൻ. നാരങ്ങ വെള്ളത്തിന് മധുരം ഉപ്പോ? മാപ്പ്, ഉപ്പ്. ഇവൾക്ക് ഇതിനു വേണ്ടി ശക്തിയോ? എനിക്ക് ഉറപ്പാ അവളുടെ മനസ്സിലെന്തോ തീരുമാനിച്ചുറച്ച പോലെ. എന്തോ വല്ലാത്തൊരു അകൽച്ച. പിന്നെ അതൊക്കെ എന്റെ തോന്നലാ. എനിക്ക് അവളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. നിനക്ക് തോന്നാത്തതും കാണാൻ കഴിയാത്തതും എനിക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയും. അതല്ലേടാ ഞാനും മീനാക്ഷിയും തമ്മിലുള്ള ബന്ധം. അവൾക്ക് വേണ്ടിയല്ല ഞാനിതൊക്കെ സഹിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ. എന്തോ അവൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ. ഏട്ടാ, ഈ വിഷമിക്കല്ലേ. എന്തായാലും എനിക്ക് ദോഷമൊന്നും വരില്ല, നല്ലതേ വരൂ. സമാധാനിക്ക്. ഞാൻ എന്തായാലും ഒന്ന് മീനാക്ഷിയെ കണ്ട് സംസാരിക്കട്ടെ. ക്ഷമിക്കണം അങ്കിൾ, അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നറിയാം. ഇതിന് ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവളെ തന്നെ നമുക്ക് നഷ്ടമായനെ. അത്രമാത്രം സങ്കടത്തിലാ അവള്. ഇതുകൊണ്ടൊന്നും നായരെ തോൽപ്പിക്കാൻ ആരും കരുതണ്ട. വാശിയാണെങ്കിൽ വാശി തന്നെ. അറിയാം അങ്കിൾ, അങ്കിളിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയൂ. പക്ഷെ മീനാക്ഷിയുടെ സ്ഥാനത്ത് മറ്റേതൊരു പെൺകുട്ടിക്കാണെങ്കിലും ഇങ്ങനെയല്ലേ ചിന്തിക്കാൻ കഴിയൂ? എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല.
എനിക്കറിയാം എന്ത് ചെയ്യണം. ഞാൻ എന്ത് പറയാൻ? അങ്കിളിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ കത്തൊന്ന് വിനയനെ ഏൽപ്പിക്കണം. മറ്റൊന്നുമല്ല, കാര്യത്തിന്റെ ഗൗരവം അവന് മനസ്സിലാവുമല്ലോ. അറിയാലോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാര്യങ്ങൾ കൈവിട്ടു പോവാതെ സംയമനത്തോടെ പെരുമാറുകയാണ് അങ്കിൾ ഇപ്പൊ ചെയ്യേണ്ടത്. വിനയേട്ടന് അച്ഛൻ തന്നെ കൊണ്ടുവന്ന് ഈ കത്ത് വായിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാവുമല്ലോ. നമ്മുടെ ആൾക്കാർക്ക് ഒരു നാട്ടുവിശേഷം കൂടി വേണമെങ്കിൽ ഇക്കുറി ഒരു ന്യൂജൻ നാട്ടുവിശേഷം എന്ന് പറയാം. ഞാനെടുത്ത ഈ തീരുമാനം തന്നെയാണ് നമ്മുടെ രണ്ടുപേരുടെയും ശരി. വിനയേട്ടന് ഓർമ്മയുണ്ടാവുമല്ലോ. പൂവ് ചോദിച്ചു ഞാൻ വന്നു, പൂക്കാലമല്ലോ എനിക്കു തന്നു, നീ പൂക്കാലമല്ലോ എനിക്കു തന്നു, പുഞ്ചിരി കാണാൻ കൊതിച്ചു നിന്നു, പ്രാണേശനായെന്നരികിൽ വന്നു, നീ പ്രാണേശനായെന്നരികിൽ വന്നു, പൂവ് ചോദിച്ചു ഞാൻ വന്നു. മീരയെ കല്യാണം കഴിച്ച് ഏതാണ്ട് മാസങ്ങളോളം നിങ്ങൾ ഒന്നിച്ച് താമസിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞ നിമിഷം മുതൽ എന്റെ വേദന അതനുഭവിച്ചാലേ മനസ്സിലാകും. അന്നേ എല്ലാം തീരുമാനിച്ചുറച്ചതാണ്. എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്കറിയാം വിനയേട്ട. അതുപോലെ എനിക്കും വിനയേട്ടൻ ആരായിരുന്നുവെന്നറിയാമല്ലോ. സ്നേഹിച്ചിരുന്നു ഞാൻ നിന്നെ, ഒത്തിരി മോഹിച്ചിരുന്നു ഞാനെന്നും, ആത്മാവിനുള്ളിലൊരാവേശമായി നീ പടർന്നിരുന്നല്ലോ എന്നെന്നും, എന്നോമലായി എന്നാരോമലായി പടർന്നിരുന്നല്ലോ എന്നെന്നും, പൂവ് ചോദിച്ചു ഞാൻ വന്നു. വിനയേട്ടനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്നതാണ് നൃത്തത്തെ. ആ ലോകത്തേക്കാണ് ഞാൻ ഗായത്രിയോടൊപ്പം പോകുന്നത്. അവിടെ ഞാൻ തികച്ചും സന്തോഷവതിയായിരിക്കും. ആഘോഷപൂർവം നാട്ടുകാരുടെ മുമ്പിൽ നടന്നതാണ് നിങ്ങളുടെ വിവാഹം. ഇനി ദൈവസന്നിധിയിൽ പോയി തൊഴുതു വണങ്ങി ഭാര്യാഭർത്താക്കന്മാരായി മുന്നോട്ടു പോവുക. എനിക്കു വേണ്ടി വിനയേട്ടന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ വിനയേട്ട, മധുരിക്കുന്നൊരു നൊമ്പരമല്ലേ പ്രണയം, എന്നോർമകളിൽ നീയുണ്ടാകും എന്നെന്നും, നൊമ്പരമായി സുഖനൊമ്പരമായി എനിക്കു നീ തന്നതിനും തരാത്തതിനും നിനക്കു പ്രിയതോഴാ നന്ദി. എന്നും നന്മകൾ മാത്രം നേരുന്നു ഇനി എന്നും എന്നെന്നും, നന്മകൾ മാത്രം നേരുന്നു, പൂവ് ചോദിച്ചു ഞാൻ വന്നു, പൂക്കാലമല്ലോ എനിക്കു തന്നു, നീ പൂക്കാലമല്ലോ എനിക്കു തന്നു. അങ്ങനെ അവൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ആർക്കു വേണ്ടി ഇതൊക്കെ കാട്ടിക്കൂട്ടിയോ? അവൾ തന്നെ.
എടാ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മീനാക്ഷിയുടെ സ്ഥാനത്ത് വേറെ ഏതൊരു പെണ്ണാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. എങ്കിലും ഇന്നലെ വരെ എന്റെ എല്ലാമായിരുന്നവൾ ഇനി ഒരിക്കലും. എടാ അതാണ് ജീവിതം. നമ്മളൊക്കെ നേരിട്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് മീരി ഒന്നിച്ചുള്ള ഒരു കുടുംബജീവിതം, അതിനെ എന്റെ ഈ അവസ്ഥ മാറ്റാൻ പറ്റൂ. വിനയ, വേണ്ട എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്യാൻ ഞാൻ പോവുക. ഇനി മറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. എന്തായാലും മീനാക്ഷി പറഞ്ഞ പോലെ നിങ്ങൾ ഇഷ്ടദേവന്റെ മുന്നിൽ തൊഴുതു വണങ്ങി മീരയെ ഒന്നുകൂടി മാലയാർത്തിയിട്ട് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കി. ഈ മംഗള മുഹൂർത്തത്തിന് സാക്ഷികളായി നീയും മീരയും മാത്രം മതി. വേറെ ആരും വേണ്ട, ഈ ഞാൻ പോലും. എന്ന് തന്നെയാ തോന്നുന്നേ. വാ നോക്കാം. എടാ സമ്പത്തെ, അപ്പൊ നീ എന്നെയും പറ്റിച്ചല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു സർപ്രൈസും കൂടി ഉണ്ട്. അതാ നോക്ക്. എന്താടാ ഇത്? നീ ആള് കൊള്ളാലോ. എല്ലാരും മനസ്സിലായല്ലോ. നമ്മുടെ പ്രാർത്ഥന വേഗം കേട്ടു. നവദമ്പതികൾക്ക് സ്വാഗതം. ഹായ് മോനു.